ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാലും തീരും. മിഥുനലഗ്നത്തിന്റെ പൂമുഖത്തന്നമ്മ മധുരസ്മിതം തൂകി നിൽക്കും. മധുരസ്മിതം തൂകി നിൽക്കും. ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം എസ്പിക്ക് മെസ്സേജ് കൊടുക്കണം. വലിയ തിരുമേനില്ലേ ഇവിടെ? എന്താ? അച്ഛൻ അമ്പലത്തിലാ. എന്താ വേണ്ടേ? കോവിലകത്ത് ഇടഞ്ഞാല് പാപ്പാന് കുറ്റി ഇപ്പൊ മനപ്പറമ്പിൽ കയറി നിൽക്കുക. വലിയ തിരുമേനി വരാതെ കേശവനെ തളയ്ക്കാൻ പറ്റില്ല. അച്ഛൻ അമ്പലത്തിലുണ്ടാവും, അങ്ങോട്ട് പൊയ്ക്കോളൂ. ശരി. അതെ, ഇനി താമസിക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. കളക്ടറുടെ ഓർഡർ ഇല്ലാതെ പിടിക്കാൻ പറ്റില്ല. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ നാശത്തിനും നിങ്ങളായിരിക്കും ഉത്തരവാദി. എന്നെ കിട്ടില്ല. 4 ആളെ തട്ടിയതാ ഇവൻ. അതിൽ 2 ഞാൻ നേരിട്ട് കണ്ടതാ. തമ്പുരാൻ ആള് പോയിട്ടുണ്ട്. ഇത്രയായ സ്ഥിതിക്ക് അദ്ദേഹം വരുന്നവരെ ഒന്ന് ക്ഷമിച്ചൂടെ? എന്താ തമ്പുരാൻ വന്ന ആനെ പിടിച്ച് വിഴുങ്ങുവോ? ഒന്ന് പോണം. ഹേ, മനസ്സിലായി കൊടുക്ക. അദ്ദേഹം നിപുണനാ. ആരാ ഇവന്റെ പാപ്പാൻ? ഞാനാ. ഒലിക്കുന്നുണ്ടല്ലേ? ഇടതോ വലതോ? വലത്. ആരെയും കൊല്ലാഞ്ഞത് ഭാഗ്യം. ഒരു ഉരുളി ചോറും ഒരു കൊല പൂവമ്പഴവും ശരിയാക്കി വെക്ക. ശരി. തെങ്ങും പട്ടം ഉണ്ടാവല്ലോ, കിട്ടും. 2 എണ്ണം വെട്ടി പെൻസിൽ കൂർപ്പിക്കണമാതിരി കൂർപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാ. വേഗം ആയിക്കോട്ടെ. ഇതിലൊന്നും ആന ഒതുങ്ങൂല. എവിടെ ഒതുങ്ങാനാ? 2 പട്ടയും കൊണ്ടുവന്ന ഇതെന്താ ആട്ടുംകുട്ടിയോ? വെറുതെ സമയം കളയാ. ഉണ്ടോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ ആരെയും കൊല്ലാൻ പാടില്ല. എവിടെ പാപ്പാൻ? കൂച്ചുവെള്ളം കിടുക. ആ ചോറും പഴവും കൊടുക്ക. ശരി. രാവണിയെ, രാങ്ങാട്ട് കേശവന് തിളയ്ക്കാൻ 2 പട്ട വേണം. നിന്നെ തിളയ്ക്കാൻ 2 ഈർക്കിലി മതി. സൂക്ഷിച്ചൂടാ. പോയി ചായം കടിക്കും കാക്ക. എന്നെ ഇളകിയിട്ടില്ല. ഇളകിയിട്ടില്ല. അള്ളാന് ഓൻ ഇളകിയ ഉളിയെടുക്കും.
ഇളകിയ ഉളിയെടുക്കും എന്ന് പറയുന്നല്ലേ, ഇവൻ ഇന്നു വരെ ഉളിയെടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എടുക്കും ഞാൻ. ഇത് പുറത്തെടുത്താൽ ഇവിടെ പലതും സംഭവിക്കും. ഉളി എടുക്കുവോ? ഉളിയെടുത്താൽ എന്താ, ഓൻ മരം പണിയും. ഓന്റെ പെങ്ങള് കെട്ടിത്തൂങ്ങി ചത്തത് മുതൽ തുടങ്ങിയതാ ഈ ഭ്രാന്ത്. കെട്ടി തൂങ്ങി ചത്തന്ന് നാട്ടുകാരെ ആമ്പിള്ളേർ നെഞ്ചത്തേക്ക് പാഞ്ഞു കയറുമ്പോ ആലോചിക്കേണ്ടിയിരുന്നു. ഇങ്ങക്ക് വല്ലതും അറിയോ കാക്ക? അപ്പൊ അങ്ങനെയാ? അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ, ദേവൻ വരാൻ പോവാ. ഇനിയിപ്പൊ ഇവിടെ പലതും നടക്കും. ആരുടെയൊക്കെ കൈയും കാലും പോവാന്ന് കണ്ടറിയണം. വിഡ്ഢി, അവൻ ജയിലിൽ നിന്ന് വരെ നടക്കില്ല. അഥവാ വന്നാ തന്നെ താനെന്തിനാ പേടിക്കണേ? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് ആലോചിച്ചിട്ടാ എന്റെ വിഷമം. ഓഹോ, ഒരു ചുക്കും സംഭവിക്കില്ല. ഞാനിത് കേട്ടപ്പോ അപ്പൊ വിളിച്ചു മിനിസ്റ്ററെ. അങ്ങേരെ പറഞ്ഞു, ഗോപാൽജി ധൈര്യമായിട്ടിരുന്നു, ഒന്നും പേടിക്കണ്ടാണ്. എനിക്ക് കേൾക്കണ്ട അതെന്റെ ഈ ലണ്ടനടികൾ. ദേവം വരുന്നു എന്ന് കേൾക്കുമ്പോ സന്തോഷായി. സാവിത്രിക്കും തിരുമേനിക്കും ഒരാശ്വാസമാകും. കാർത്തു, ദേവൻ വരുവോ പോവോ എന്തെങ്കിലും ചെയ്തോട്ടെ. നീ ചോറ്റാനിക്കരയ്ക്ക് ഭജനത്തിന് പോവാൻ തയ്യാറായിക്കോളൂ. ഏതായാലും അത് മുടക്കണ്ട. ഓ, കാർത്യായനി ഇന്ന് ഭജനത്തിന് പോവാണ്. താൻ പോയി ആ ആനന്ദൻ ടീച്ചറിനോട് ഇങ്ങോട്ട് വരാൻ പറയാ. എന്നാ പിന്നെ ആദ്യം ഇത് കിടക്കട്ടെ. ഇന്ന് ഇത്ര മതി, വയ്യ. ഇനി നാളെ നനച്ചോളാം. നിർത്താറായ ഞാൻ പറയും. ഞാൻ ഇവിടെ ഇരിക്കുന്ന അതിനാ. നനിക്കു വേഗം. എന്താ കൈമളെ, സുഖമല്ലേ? പിന്നല്ലാതെ പരമസുഖം. ഒരു പാട്ട് എണ്ണയും 2 കിലോ പഴവും കാറിലുണ്ട്, അത് എടുക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. എന്താ നോക്കി നിൽക്കണേ? അതെടുത്ത് അകത്തേക്ക് വെക്കേ. നനയെല്ലാം പടിഞ്ഞപ്പുറത്ത് മതി. ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടോ ഈയിടെയായിട്ട്? ഏയ്, ഒട്ടൂല. സ്നേഹം കൊണ്ട് അങ്ങനെ തോന്നുന്നതാ. ആരെങ്കിലും കാണും. എനിക്കങ്ങനെ ഒളിച്ചും മറഞ്ഞും സ്നേഹം കാണിച്ച് ശീലമില്ല. നേരെ വാ, നേരെ പോ. പിന്നെ ഈ വീരശൂര പരാക്രമമൊക്കെ എന്റെ മുമ്പിലല്ലാതെ മറ്റാരുടെ അടുത്ത ചെലവാകാ? ആനയെ തളയ്ക്കാൻ ചെന്നിട്ട് ഇപ്പൊ എന്തായി? തെക്കേപ്പാട്ട് രാവുണ്ണി നായർ തോറ്റിട്ടില്ല. ഇനി ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. അതൊക്കെ പോട്ടെ, തോറ്റിട്ടുണ്ടെങ്കിൽ തന്നെ ചേട്ടന്റെ മുമ്പിലല്ലേ? രക്തബന്ധമല്ലേ? അത് ഞാൻ മാത്രം ഓർത്താ മതിയോ? ഇന്നേ വരെ നല്ലൊരു വാക്ക് പോലും ആ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ അനിയന്റെ സ്ഥാനത്താ, അല്ലാതെ അന്യനല്ല. എന്നിട്ടും അതൊക്കെ പോട്ടെ, കുടിക്കാൻ എന്താ വേണ്ടത്? കാപ്പിയോ ഇളനീരോ? അതുമല്ലെങ്കിൽ സരോജിനി ആദ്യം ചോദിക്കാൻ ഭാവിച്ചില്ലേ, അതാദ്യം. എന്നിട്ട് പിന്നെ നീ ഉരച്ചോ, പക്ഷെ മരം അറിയരുത്. എനിക്കിത് വിൽക്കണ്ടതാ. നീ ഉരച്ചുറച്ചെന്നെ മരം തീർക്കല്ലോ. ഞാൻ പറഞ്ഞിത് വിൽക്കണ്ടതാ, ലക്ഷങ്ങളുടെ മുതലത്. പോണ്ടോ അപ്പുറത്തേക്ക്? ദേ പിന്നിട്ട് ഉരച്ചോണ്ടിരിക്ക. ഒറ്റ അലകളൊക്കെ ഉണ്ടല്ലോ, കൈലാസം കാണൂട്ടോ. തോമാസേ, ഒന്ന് അത്രത്തോളം വരാൻ പറഞ്ഞിട്ട് എന്തേ വരാഞ്ഞേ? ഇപ്പൊ വരാന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ നീണ്ടു. മനക്കലെ പറമ്പ് താൻ തന്നെ വാങ്ങിക്കണമെന്ന് വാശി പിടിച്ചതിന്റെ അർത്ഥം എന്താ ധരിച്ചിട്ടുണ്ടോ? എന്നിട്ട് തേങ്ങ നീ വായ കോളാമ്പിയാക്കിട്ട് പിടിച്ച് നിക്കണേ. എണീറ്റ് പോണോന്ന്, എണീറ്റ് പോ. ഞാൻ നന്നായ പോലെ താനും നന്നാവണം. താനും ഈ നാട്ടിലൊരു പ്രമാണിയാവണം. പ്രമാണിയാവണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നാട്ടുകാരങ്ങടി ഇപ്പൊ ആക്കണ്ടേ. ഈ പറമ്പ് മേടിച്ചാൽ നിനക്കും പ്രമാണിയാവാം. നിധിയുണ്ടോ, നിധി. ബ്രഹ്മദത്തൻ അറിയില്ല, മുഴുവൻ സ്വർണ്ണ കുടങ്ങളാ. കത്രീനെ, കത്രീനെ, നിധി. എന്താ അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കണേ? അങ്ങോട്ടൊന്നും പറയാൻ പാടില്ലാച്ചാ ബുദ്ധിമുട്ടാവും. എപ്പോഴും ഇങ്ങനെ ചാടിക്കടിച്ചു നിന്നോളൂ. ഞാൻ പറയണതാ കുറ്റമല്ലേ? ആയിക്കോളൂ, ഇഷ്ടം പോലെ ശകാരിച്ചോളൂ. ഓപ്പോള് കേട്ടോളാം.
അപ്പോ ഞാൻ സംസാരിക്കുന്നത് അപ്പുവിന്റെ അച്ഛനിഷ്ടാവൂ? അത് കാര്യാക്കണ്ട. അപ്പേ ആരത്? തെക്കേപ്പാട്ടെ അപ്പുവിനോടെന്തോ. അതെ, മുറ്റത്തന്നെ നിക്കണമെന്നില്ല. എന്നാലും കയറി ഇരിക്കാം എന്ന് പറയാൻ തിരുമനസിന്റെ ആഠ്യത്യം സമ്മതിക്കുന്നില്ല അല്ലേ? അപ്പുവിനൊരു ജോലി, അങ്ങനെ ഒരു സഹായം ചെയ്യാമെന്ന് വിചാരിച്ചതാ. പോട്ടച്ച. ഈ നാട്ടില് ജോലി ഇല്ലാതെ വിഷമിക്കുന്ന അപ്പു മാത്രല്ല, ആണോ? അപ്പോ അച്ഛന് ഇഷ്ടല്ലെന്ന് ബോധ്യായില്ലേ? എന്നിട്ടും വാ. നാട്ടുകാരെ മുഴുവൻ സഹായിക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. ഇതങ്ങനെയല്ലല്ലോ. അവകാശം സ്ഥാപിക്കാനൊന്നും വന്നതല്ല. സത്യാവസ്ഥ നാട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. തെക്കേപ്പാട്ട് രാവുണ്ണിയുടെ സഹായം സ്വീകരിച്ചതുകൊണ്ട് ആഠ്യത്വം തികഞ്ഞ ആലത്തൂർ ഇല്ലത്തിന് യാതൊന്നും നഷ്ടപ്പെടാനില്ല തിരുമനസേ. വേണ്ട, ആ സഹായം ഇവിടെ വേണ്ട. അത്രത്തോളം ആയിട്ടില്ല. പിന്നൊരു കാര്യം രാവുണ്ണി അറിയാൻ വേണ്ടി പറയാണ്. ആകെ തകർന്ന് കുട്ടുവാള എടുക്കേണ്ടി വന്നാലും തെക്കേപ്പാട്ടെ മുറ്റത്ത് വന്ന് കൈ നീട്ടാൻ ഈ ഇല്ലത്തൂന്ന് ആരും പടി ഇറങ്ങില്ല. ഇതും കൂടി കേൾക്ക, മേലാൽ ഇമ്മാര് കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങള് വരണ്ട. എനിക്കത് ഇഷ്ടല്ല. എവിടെ അവൻ? വിളിക്കാ ഇങ്ങട്. സാരമില്ലച്ച. അന്വേഷിച്ച് മടുത്തപ്പോ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയെന്നായിട്ടുണ്ടാവും അവന്. എന്റെ കർത്താവേ, നേരം വെളുത്തില്ല. അപ്പോഴേക്കും തുടങ്ങി ഈ മനുഷ്യൻ കൊച്ചു പിള്ളേരെ വറക്കാനും പൊരിക്കാനും. കത്രീനെ നീ വെറുതെ മിണ്ടരുത്. എനിക്ക് വിദ്യാഭ്യാസത്തിന് കുറവാണെന്ന് വിചാരിച്ച് നീ എനിക്ക് കത്രിയെ പൂട്ടിട്ടാറുണ്ടല്ലോ. നിനക്ക് ഞാൻ ഇരട്ട പൂട്ടിടും. തുടങ്ങി. എനിക്ക് ഇത്തിരി വിദ്യാഭ്യാസം കൂടുതലാ. നിക്ക് 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 നിക്ക്. നീ വെറുതെ ഓടണ്ട. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഗൾഫിൽ നിന്ന് മോൻ വിളിക്കാവും. അതുകൊണ്ട് ഇനി ഓടിയത്. അതുകൊണ്ട് തന്നെ നീ ഓടണ്ടെന്ന് പറഞ്ഞത്. നിന്റെ കയ്യിൽ ഫോൺ കിട്ടിയാലേ പിന്നെ ഒരു അന്തവും കുന്തവും ഇല്ല. STD ആണോ DDT ആണോ ഒന്നും നീ ഓർക്കില്ല. നേരം വെളുക്കോളം കുറച്ചോണ്ടിരിക്കും. തൃപ്തിയായില്ലേ? മണിയടി നിന്നു. ഓ പിന്നെ എടി, അന്തോണീസിനറിയാം എപ്പോ എങ്ങനെ മണിയടിക്കണോന്ന്. അവനില്ലേ എന്റെ മോനാ. എടി കത്രീന, അവിടെ നിൽക്കാൻ. ഹലോ ഹലോ, അന്തോണീസ് അല്ലേ? അതെ, അപ്പന്നെ. ഇങ്ങോട്ട് വരെ. മമ്മിയുണ്ട്, മമ്മിക്ക് കൊടുക്കണോ? ആ, മമ്മിക്ക് പരമസുഖാണ്. അതെ, മമ്മിക്ക് ഒന്നും സംസാരിക്കാനില്ലെന്ന്. മോ അടുത്ത വെള്ളിയാഴ്ചയല്ലേ വിളിക്കുള്ളൂ. മതി മതി മോന്റെ ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റിയില്ല. നല്ല രണ്ട് വർത്താനം പറയാനും സമ്മതിച്ചില്ല. ഓ, പറഞ്ഞില്ലേ വിശേഷം? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കില്ലെന്ന് അവൻ എന്നോട് പറഞ്ഞു. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞു. പറഞ്ഞല്ലോ മതി. ആ, തോമയോ, താൻ എവിടെയായിരുന്നു ഇത്രയും ദിവസം? തന്നോട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതെ, ആ ആചാരൊന്ന് കൈ കിട്ടിയിട്ട് വേണ്ടേ അവിടേക്ക് പോവാൻ. ആ തിരുമേനിക്ക് വിശ്വാസമുള്ള ആളുമായി പോയില്ലെങ്കിൽ സംഗതി നടക്കില്ല എന്ന് മേനോൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ആ ഹാജിയാരെ തേടിപ്പിടിച്ച് കാര്യം നടത്താൻ നോക്ക്. ശരി, ഇപ്പൊ എവിടേക്കാണാവോ? അച്ഛൻ തിരുമേനിയുടെ ജന്മശതാബ്ദി ഇല്ലത്ത് നടക്കുക. എനിക്കും അതിലൊന്ന് കൂടണമല്ലോ. ഞാനും അങ്ങേരുടെ മോനാ. ബ്രഹ്മദത്തിന് അങ്ങനെ മുതലെടുക്കണ്ട. ഞാൻ പറഞ്ഞത് മറക്കണ്ട. മറക്കേ, അസല് കാര്യായി.
നന്നായി. പശുദാനവും ചടങ്ങുകളും ഒക്കെ കേമായി. ഇങ്ങനൊരു പിറന്നാൾ സദ്യ അടുത്ത കാലത്തൊന്നും തരായിട്ടില്ല എന്നർത്ഥം. നിങ്ങളെപ്പോലുള്ളവരുടെ സന്തോഷം അനുഗ്രഹവും അതാണല്ലോ കാര്യം. അച്ഛന്റെ 100ാം പിറന്നാളിന് സ്വതേ ഞാൻ ഇത്രയൊക്കെ വട്ടം കൂട്ടിയാ പോരാ. എത്ര വലിയ ആളായിരുന്നു. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ആഘോഷം ഒരു രാജസൂയം പോലെ നടത്തണ്ട. ഇപ്പോഴും അങ്ങനെ ആയില്ല എന്ന് നിരീക്കണ്ട. കുണ്ടിതവും വേണ്ട, ഒക്കെ പൊടി പൊടിച്ചു. ഇവരുടെയൊക്കെ മനസ്സ് തണുത്ത അച്ഛന്റെ ആത്മാവ് സന്തോഷിക്കും. അതെല്ലാം എടുത്ത് അകത്തേക്ക് വെക്ക്. എന്താ ഭാവം? ഇതെന്റെ വക. തെക്കേപ്പാട്ട് തറവാട്ടിൽ വെച്ച് നടത്താൻ പാടില്ലായിട്ടല്ല. അതല്ലല്ലോ അതിന്റെ ശരി. എന്റെ അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കാൻ എനിക്ക് വേറൊരാളുടെ സഹായം ആവശ്യമില്ല. വേണ്ടതൊക്കെ എവിടെ ഉണ്ട്? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛന്റെ 100ാം പിറന്നാളിനൊരു സൽക്കർമ്മം ചെയ്യുമ്പോ അതിൽ പങ്കാളിയാവണമെന്ന് എനിക്കും ഉണ്ടാവില്ലേ ഒരു... സൽക്കർമ്മം ആയാലും ദുഷ്കർമ്മം ആയാലും അത് വേറെ എവിടെങ്കിലും ആവാം. ഇവിടെ വേണ്ട എന്നേ പറഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞ് ആട്ടിയകറ്റാൻ മാത്രം ഒരു അന്യനാണോ ഞാൻ? ഒരു നല്ല കാര്യം നടക്കുമ്പോ അത് മുടക്കാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കാണല്ലേ. അത് വേണ്ട. ഞാനും അതേ പറയുന്നുള്ളൂ. അത് വേണ്ട. നോക്കി പേടിപ്പിക്കണ്ട. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ അച്ഛാന്ന് ഉറക്കെ വിളിച്ചു, ഞാൻ ഉള്ളിൽ ഒതുക്കി വിളിച്ചു. അത്രയല്ലേ വ്യത്യാസമുള്ളൂ. ഇവിടുത്തെ അടിച്ചു തളിക്കാരിക്ക് ജനിച്ച് ഇവിടുത്തെ എച്ചലിൽ നിന്ന് വളർന്ന് ഇപ്പൊ നാട്ടുകാരെ പറ്റിച്ച് 4 കാശ് കൈ വന്നുവെന്ന അഹങ്കാരമായിട്ട് ഈ മുറ്റത്ത് വന്ന് നിന്ന് ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ പിച്ചും പേയും പറഞ്ഞാലുണ്ടല്ലോ. എന്താ ചെയ്യേണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല. നല്ല ദിവസമാണല്ലോ എന്ന് ഓർത്ത് ക്ഷമിക്കാം. ഇന്നെന്താ മുഖം വല്ലാതെ? ചിലക്കാതെ പോകുന്നുണ്ടോ എല്ലാരും? ഏട്ടന്റെ സ്ഥാനം കൊടുത്തപ്പോ അയാൾ എന്നെ അവഹേളിച്ചു. പിതൃത്വത്തെയാണ് അയാൾ ചോദ്യം ചെയ്തത്. ബ്രഹ്മദത്തന്റെ തറവാട് ഞാൻ കുളം തോണ്ടും. സാവിത്രി ഒരുപാട് മാറിയിട്ടുണ്ട്. അമ്മൂന്ന് വിളിച്ചിട്ട് അമ്മാവന് വിശേഷമൊന്നുമില്ലല്ലോ. ദേവേട്ടൻ ഇല്ലത്തേക്ക് വരാതെ ഇവിടെ? ഇല്ലത്തേക്ക് വരാറായിട്ടില്ല. നിൽക്കൂ. കുറച്ചു മുമ്പ് എവിടെയോ കണ്ടുമറന്നൊരു മുത്തശ്ശിയുടെ മുഖം ഞാൻ കണ്ടു. വാത്സല്യം നിറഞ്ഞ ആ സ്വരവും ഞാൻ കേട്ടു. ഞാൻ ശരിക്കും കണ്ടു. തേജസ്വിനിയായ അവരുടെ കൽപ്പന വെളിച്ചപ്പാടിന്റെ ശബ്ദത്തിൽ.
തിരുവാണി ആവിലിന്നു വേല പൊന്നരളി പൂത്ത പോലെ അമ്മ വാഴും മതിലകത്ത് നിറവിളക്ക് നീവിളക്ക് തിരുവാണി ആവിലിന്നു വേല മെടഞ്ഞോരോ കോലത്തിൽ ചേലത്തൊരു എഴുന്നള്ളത്ത് മെടഞ്ഞോരോ കോലത്തിൽ ചേലത്തൊരു എഴുന്നള്ളത്ത് ചെണ്ടക്കോലാടുന്നു പിണ്ടാണ്ടടാ 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 ചെണ്ടയും പാടുന്നു കൊണ്ടോടടാ 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 തിരുവാണി കാവിലിന്നു വേല പൊന്നരളി പൂത്ത പോലെ അമ്മ വാഴും മതിലകത്ത് നിറവിളക്ക് നെയ്വിളക്ക് തിരുവാണി കാവിലിന്നു വേല സാക്ഷാൽ ഭഗവതി തന്നെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഇപ്പൊ എന്താ സംശയം? ഗോപാൽജി എങ്ങോട്ടാ? നമ്മുടെ DSP ചെറിയാൻ ഒരു ട്രാൻസ്ഫർ വേണം. അതിന് മിനിസ്റ്ററെ കാണേണ്ട കാര്യമില്ല, SP അയച്ചാ മതി. എന്താ സാവത്തിൽ കുട്ടി ഇങ്ങനെയൊക്കെ ആയാൽ ജീവിതത്തിലൊരു അർത്ഥം വേണ്ടേ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ജീവിക്കാൻ എന്ത് സൗകര്യം ഉണ്ടായാലും സ്വന്തം കാര്യം നിൽക്കണം. ഞാൻ എന്റെ സ്വന്തം കാലിലാണല്ലോ നിക്കണത്. ഞങ്ങള് രാഷ്ട്രീയക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം ഈ കാലല്ല. അതിന്റെ ആശ്രയം കൂടാതെ ജീവിക്കുക. അതിനെന്ത് വേണം? ഒരു ഉദ്യോഗം വേണം. ആവശ്യം വരുമ്പോ അറിയിക്കാം. സാവത്തൊരു കുട്ടിയുടെ കാര്യത്തിന് സ്ട്രെങ്ത് പോരാ, STD തന്നെ വേണം. ഞാൻ ദേവന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറിയ 30 ദിവസത്തിനകം ദേവനെ വിട്ടിരിക്കും. അപ്പൊ അറിയാം എന്റെ ഇൻഫ്ലുവൻസ്. അതിന് ദേവേട്ടൻ വന്നൂലോ. അപ്പോ ഇപ്പോ
ദാ ആൽത്തറയിൽ കിടക്കുന്നു, ഞാൻ കണ്ടല്ലേ. എന്താ ഇയാള് കളിക്കുക? ഒരാഴ്ചക്ക് മുമ്പ് പറയണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ല ഹോം മിനിസ്റ്റർ പറഞ്ഞത്. എന്താ അങ്ങനെ ചെയ്ത്? ഈ ഇന്നലെ എന്റെ വീട്ടിലായിരുന്നു ഡിന്നർ. ആ സമയത്ത് ഒരു വാക്ക് എന്നോട് പറയണ്ടേ? പറയില്ല, എനിക്കറിയാം, ഞാൻ ഫയർ ചെയ്തോളാം. ശരി ശരി. അത് ചെറിയച്ച, ദേവേട്ടൻ വന്നു, അറിഞ്ഞോ? അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആനയും പോയി, രാജാവും പോയി, മന്ത്രി അങ്ങോട്ട് വെട്ടി. അമ്മൂന്ന് തിടുക്കയില്ലാച്ചാ ഒരു വര അങ്ങോട്ട് ഇരിക്കാം. എന്താ? അപ്പോ അപ്പോ എന്തൊരു ഉറക്കം ഇത്? എത്ര നേരായി? എണീക്ക്. അപ്പോ ദേവേട്ടൻ വന്നു, നമ്മുടെ ദേവേട്ടൻ. ദേവേട്ടൻ വരണു, ഓപ്പോൾക്ക് തോന്നിയതാവും. അല്ലാന്ന്, ഞാൻ ദേവേട്ടനെ കണ്ടു, സംസാരിച്ചു. നിനക്ക് ഇനിയും വിശ്വാസമായില്ല അല്ലേ? വേണ്ട, കാണാലോ. ഒന്ന് പോയി കുളിക്കാൻ നോക്കന്റെ അപ്പു, അച്ഛൻ വരാറായി. ചെല്ലപ്പൂ. വിശാലാക്ഷി ടീച്ചറെ, നമ്മുടെ നമ്പൂരി ഭാഷ ഒരു രസികൻ ശ്ലോകം ചൊല്ലിയില്ലേ? എനിക്കതൊന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നു. സരസിജമുഖിയാളാം ശാന്ത പാർക്കുന്ന വീട്ടിൽ കതവുകളടയാറില്ല അർദ്ധരാത്രിക്കു പോലും അവളുടെ അനുജത്തി. മാനേജർക്ക് ഇതല്ലാതെ വേറൊരു വിചാരവും ഇല്ല. തുപ്പിക്കോളൂ, ആദ്യം തുപ്പലടക്കട്ടെ. എന്താ കാര്യം? അല്ല അല്ല, നമ്മുടെ കുറുവടിയെ കണ്ടില്ല. അവൻ ഊരു ചുറ്റല്ല. വിശാലാക്ഷി, നന്ദിനി, ഗോവടി. ഇതിൽ എന്റെ ഉണ്ടല്ലോ. എങ്ങനെ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഒരു ജോലിക്ക് വേണ്ടി എന്നെ സമീപിച്ചവരും ഇവിടെ എല്ലാം. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. ദേവം വന്നു. ആളുകൾ പലതും പറയുന്നുണ്ട്. കണ്ട ഒരു സന്യാസിയാണെന്ന് തോന്നുള്ളൂ. പക്ഷെ എനിക്ക് വിശ്വാസമില്ല. ഇനി ആരുടെയൊക്കെ കൈയും കാലും തലയൊക്കെ പോകാൻ പോണെന്ന് ആര് കണ്ടു? തനിക്കെന്താ പ്രാന്തുണ്ടോ? താൻ അവനെ നേരിട്ട് കണ്ടോ? കണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടില്ല. ഇത് തന്നെ എന്നോട് പറഞ്ഞവരോട് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു. 4-5 കൊല്ലം മുമ്പ് കാശിയിൽ കണ്ടുവന്ന് ചിലർ, രാമേശ്വരത്തെ കണ്ടെന്ന് വേറെ ചിലർ, തിരുപ്പതിയിൽ ചത്തു കിടക്കുന്നു നാട്ടുകാർ. ഇപ്പത് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇവനാരിപ്പോ ദൈവോ? എടോ, മജിസ്ട്രേറ്റും ജഡ്ജിയും ഒക്കെ ഇവനെ 14 കൊല്ലം ജയിലിൽ കിടത്തിക്കോളാമെന്ന് എന്റെ ഉള്ളം കയ്യിൽ അടിച്ച് സത്യം ചെയ്തതാ. എന്നിട്ടിപ്പോ മിനിസ്റ്റർ എന്നോട് STD പറഞ്ഞതാ, ഗോപാൽജി ഇവനെ അകത്തിട്ടോളാം. എന്നിട്ട് ഇങ്ങനെ ചെയ്തെന്താണ് എനിക്ക് മനസ്സിലാവാത്തത്. അയാളുടെ വിപ്ലവവും അവശജനോദ്ധാരണവും അവർണപ്രണയവും കണ്ടപ്പോഴേ തോന്നിയതാ ഇതൊടുക്കാം സന്യാസത്തിലെ അവസാനിക്കുമെന്ന്. ഇനിയിപ്പോ ബ്രഹ്മത്തൻ എന്താ ചെയ്യാൻ നോക്കാം. നന്നായി. മരുമകനെ ആട്ടിപ്പുറത്താക്കിയ മഹാനാണല്ലോ സർവകലാവല്ലഭനായ വലിയ തിരുമേനി. തിരിച്ചു വന്ന മരുമകനെ ഇനി പുറത്ത് നിർത്തുവോ അകത്ത് കയറ്റുവോ ഒന്നും നോക്കാം. ഇതെന്താ ഒരു പിണക്കം പോലെ? ഇങ്ങനെ ഒരുത്തിയെ കുറിച്ച് ഒരു വിചാരം പോലും ഇല്ല. തിരുമേനിയെ പണ്ടേ എനിക്കിഷ്ട. അതെ, ശൃംഗാരം ഒന്നും എന്റെ അടുത്ത് വേണ്ട. അതൊക്കെ തെക്കേപ്പാട്ടെ ആ കോന്തം നായരെടുത്ത് മതി കേട്ടോ. തേടിയ വള്ളി കാലി ചുറ്റിന്ന് പറഞ്ഞാ മതിയല്ലോ. ഞാൻ ആചാര തേടി അങ്ങോട്ട് വരികയായിരുന്നു. എന്താ തോമേ പ്രത്യേകിച്ച്? എനിക്കൊരാഗ്രഹം കുറച്ചു കാലമായിട്ടോ തുടങ്ങിയിട്ട്. അനക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആഗ്രഹാവില്ല, ദുരാഗ്രഹാവും. ഞാൻ ഇന്നൊന്നലും കണ്ടു തുടങ്ങിയതല്ലോ. ആചാര്യ, ഞാൻ ഒരു 6 പിച്ചുക്കനാണെന്ന് നാട്ടുകാരൊക്കെ പറയണ്ടെങ്കിലും മനസ്സറിഞ്ഞൊരു നല്ല കാര്യം ചെയ്യാൻ പോവാ. അതിന് കൂട്ടുപിടിക്കാൻ ഈ നാട്ടിൽ 2 ആളേ ഉള്ളൂ. ഒന്ന് ആചാരും, ഒന്ന് ആ ബ്രഹ്മദത്തം തിരുമേനിയും. കാര്യം കാണായി ചന്തള്ള വർത്താനം പറയാൻ നിനക്ക് മനസ്സിലായി. എന്താ എന്റെ പുറപ്പാട്?
കേക്കട്ടെ. എന്റെ അപ്പന്റെ പാവന സ്മരണയ്ക്ക് വേണ്ടി ഒരു ആശുപത്രിയും സ്കൂളും കെട്ടിക്കലോന്ന് വിചാരിക്കണം. അപ്പന്റെ പേര് ദാ ഇങ്ങനെ ലോന കുഞ്ഞുപറീതിന്റെ പാവന സ്മരണയ്ക്കായിന്ന് മാർബിളിൽ വെണ്ടയ്ക്ക അക്ഷരത്തില് കൊത്തിവെക്കണത് കാണാൻ ഒരു കെമന്യല്ല എന്റെ പൊന്നാചാരെ. ചുരുക്കം പറഞ്ഞ അന്റെ പൊങ്ങച്ചത്തിന് ഞാൻ കൂട്ടുവെക്കണം അല്ലേ? ഇവിടെ പൊങ്ങച്ചത്തിന്റെ പ്രശ്നമില്ല, ദാനധർമ്മണം നടത്തണത്. അനക്ക് സ്കൂളും ആശുപത്രിയൊക്കെ പണിയാൻ സ്ഥലം വേണം. ബ്രഹ്മദത്തന്റെ സ്ഥലം കൊടുക്കാൻ പോണൂന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ മൂപ്പരോട് പറഞ്ഞ് എനിക്ക് ഇടപാടാക്കി തരണം. അതിനല്ലേ ഈ പയമ്പുരാണൊക്കെ നമ്മളോട് പറഞ്ഞ്. എന്റെ കുട്ടൻസ് കറക്റ്റായിട്ട് ഹാജിയാർക്കും മനസ്സിലായല്ലേ? തിരുമേന്റെ അടുത്ത് പറയാൻ പറ്റിയ ആള് ഹാജിയാരാ. തോമേ, ഞാൻ മൂപ്പരോട് ഇക്കാര്യം പറയാം. പക്ഷേ ആ നല്ല മനുഷ്യനെ വെറുതെ ഒരു ഇടങ്ങറിലേക്ക് വലിച്ചഴച്ചൂന്ന് പറയിപ്പിക്കാനുള്ള ഇടവരുത്തരുത്. ഈ നല്ല മനഃശുദ്ധിയോട് കൂടെ തന്നെയല്ലേ ഇതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഇത്രയും പറഞ്ഞിട്ട് ഹാജിയാർക്ക് വിശ്വാസം വരണില്ലെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാ? തിരുമേനിക്ക് യഥാർത്ഥ വില കൊടുക്കാന്നേ, വെറുതെ വേണ്ട. എന്നാ ഈ ഒരു കാര്യം ചെയ്യേ, നാളത്തെ കഴിഞ്ഞിട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയി സംസാരിക്കാം. എന്താ? വന്നുവല്ലേ? ഇവിടെ ഒരു ശുദ്ധികലശം ആവശ്യമാ. ഒരിക്കൽ ഉളിയെടുത്തപ്പോ ഒരു നെല്ലിട വ്യത്യാസത്തിൽ പണിതതാ നമ്മുടെ കൂത്തമ്പലം. ഇനി ഉളിയെടുത്താൽ നെല്ലിടയല്ല. എന്തിനാ കൃഷ്ണൻകുട്ടിയെ നാട്ടുകാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിപ്പിക്കണേ? നാട്ടുകാരെന്ത് വേണേലും പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമല്ല. നാട്ടുകാരല്ലോ എന്റെ പ്രശ്നം. ദേവൻ വന്നു എന്ന് കേട്ടപ്പോ തീരെ വിശ്വസിക്കാൻ തോന്നിയില്ല. നേരിട്ട് കണ്ടപ്പോഴാ ശ്വാസം നേരെ വീണത്. എവിടാന്ന് വെച്ചിട്ട് അന്വേഷിക്കുക? ഇല്ലത്തേക്ക് പോണില്ലാന്നറിഞ്ഞു. നിക്ക, അങ്ങനെ അങ്ങ് പോയാലോ? ഞാനൊരാശ്രയം തരാൻ വന്നതല്ലേ. ശ്രീദേവിയുടെ വീട്ടിലേക്കാണെങ്കിൽ ദേവന് പോവാൻ സാധിക്കില്ല എന്നറിയാം. പാവം കുട്ടി, എല്ലാം ഓർമ്മകളായില്ലേ. തമാശ കൊള്ളാം, പക്ഷെ കൊച്ചുകൊടുപ്പാങ്കാലത്തെ അങ്ങ് ഊതല്ലേ. അതിനുള്ള ആരോഗ്യം കാണാനില്ല. ഞാൻ തൊട്ടാ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോവും. നിങ്ങൾ ഉൾപ്പെടെ അന്ന് തന്നെ കൊലയാളിയാക്കാനല്ലേ ശ്രമിച്ചത്? അതായിരുന്നില്ലല്ലോ യാഥാർത്ഥ്യം? ആണോ? എന്നിട്ട് ഇപ്പോ പാവം കുട്ടി. ഇപ്പൊ പൊക്കോ. ദേവന്റെ ഈ അവസ്ഥയിൽ നല്ലത് പറഞ്ഞാൽ കേൾക്കില്ല. ഒരു ചെറിയമ്മാവന്റെ സ്ഥാനം എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പോട്ടെ. അപ്പോ അംഗീകാരം സ്ഥാപിക്കലാണ് ഈ ക്ഷണത്തിന്റെ പിന്നിൽ. ഒന്നുകൂടെ കേട്ടിട്ട് പോവാ. അർഹതയില്ലാത്ത സ്ഥാനം അവിടെയും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ബ്രഹ്മദത്തൻ തിരുമേനിയെ, എന്റെ അമ്മാവനെ ഇന്നും ബഹുമാനിക്കുന്ന അനന്തരവനാ ഞാൻ. അങ്ങേരുടെ ദേഹത്തെങ്ങാനും തന്റെ കാറ്റേറ്റെന്ന് അറിഞ്ഞാൽ കരിച്ച് ചാമ്പലാക്കും ഞാൻ. പോണം. സാവിത്രിക്കുട്ടിയോ? ഇപ്പൊ അധികവും ഭജനയൊക്കെ ആയിട്ട് അമ്പലായ അമ്പലം മുഴുവൻ ചുറ്റി നടക്കല്ലേ. മടുത്തു സാവിത്രിക്കുട്ടിയെ, മടുത്തു. ഒരു ദിവസമെങ്കിലും വീട്ടിലിരിക്കാൻ മൂപ്പര് സമ്മതിക്കില്ല. ഈ ഓട്ടപ്രദർശനം തന്നെ. പിന്നെ ഒരാശ്വാസം ഈശ്വരാരാധനയാണല്ലോ നോർക്കുമ്പോഴാ. ചിലരങ്ങനെയാണ്. മറ്റുള്ളവരുടെ വേദന അവർക്കൊരു രസമാണ്. ഭർത്താവിന്റെ കൂടെ 4 ദിവസമെങ്കിൽ 4 ദിവസം വീട്ടിൽ കഴിയാൻ ഏത് ഭാര്യയ്ക്കും ഉണ്ടാവില്ലേ ഒരു മോഹം? അതൊന്ന് പറഞ്ഞൂടെ? ഒന്നുകിൽ സ്നേഹത്തില്, അല്ലെങ്കിൽ ഓ അതെങ്ങനെയാ? കള്ളിമുള്ളിന്റെ സ്വഭാവമല്ലേ. മേൽപോട്ട് ഒഴിഞ്ഞൂടാ, കീഴ്പോട്ട് ഒഴിഞ്ഞൂടാ. വല്ലപ്പോഴും ഇല്ലത്തേക്കൊന്ന് വന്നൂടെ? വേണ്ട, സാവിത്രിക്കുട്ടിയുടെ അച്ഛന് ഇഷ്ടാവില്ല. അറിഞ്ഞ എന്റെ ആൾക്കും രസിക്കില്ല. ചിലപ്പോ തോന്നും ഇവരെന്തിനാ ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയണമെന്ന്. ശരിക്കു പറഞ്ഞ ഏട്ടനും അനിയനും അല്ലേ? ജാതി രണ്ടായെന്നല്ലേ ഉള്ളൂ. അച്ഛൻ മഹാപാവ. ഉള്ളില് സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ ആളെപ്പറ്റിയും എനിക്കങ്ങനെ പറയണമെന്ന് മോഹമുണ്ട്. പക്ഷേ ശരി, അപ്പൊ ഇല്ലത്തേക്കില്ല അല്ലേ? ഇല്ല. ഇന്നിനി ഏത് അമ്പലത്തിലേക്കാണാവോ കെട്ടിയെടുക്കാൻ പറയണത്? അവിടെ ചെന്നാൽ അറിയാം. എന്തേ? ഒന്നുമല്ല, കുട്ടിയോട് ഇശി കാര്യങ്ങൾ ചോദിക്കണമെന്നിരിക്കും.
കുട്ടിയെ കാണുമ്പോ ഒക്കെ മറക്കുകയും ചെയ്യും. ഞാനിപ്പോ ആരോടും ഒന്നും ചോദിക്കാറില്ല. എന്നോട് പോലും. ഒരു മുരടിച്ച അവസ്ഥ അല്ലേ? ഭജനം എന്ന് പറഞ്ഞ കാർത്തിയാനിയും എപ്പോഴും ഓരോരോ അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് അവസാനം അതിന്റെ തലയ്ക്ക് വല്ല നൊസും വരുമോ എന്നാണ് എന്റെ പേടി. ആർക്കും ഒരു ചുക്കും വരില്ല. പിന്നെ കാർത്തിയായനിയും രാവുണ്ണി നായരെ ഭജിച്ച് തെക്കേപ്പാട്ട് തന്നെ കൂടിയാൽ നമ്മുടെ കളികൾ വല്ലതും നടക്കുമോ? ആ മനക്കിലെ ഭൂമി ആരുടെ പേർക്കാ വാങ്ങിയിരിക്കണേ? ഞാൻ വാങ്ങിച്ചതൊന്നും അല്ല കുട്ടി. അത് ഞാൻ തോമയെ കൊണ്ടൊരു കളി കളിപ്പിച്ചതാ. ഒരു മഴ മുമ്പേ എറിഞ്ഞെന്നേ ഉള്ളൂ. കൊള്ളേണ്ടടുത്ത് കൊള്ളും, അല്ലെങ്കിൽ കൊള്ളിക്കും. ആരാ നോക്കിട്ട് വാ. ആ എന്താ വിശേഷിച്ച്? അമ്പല കമ്മിറ്റി മുഴുവനുണ്ടല്ലോ. അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. ചോദിക്കാനും പറയാനും ആരുമില്ലാച്ചാ ഇത് തന്നെ സ്ഥിതി. ഒരു പ്രശ്നം വെച്ച് നോക്കിയാലോ? തെക്കേപ്പാട്ട് തറവാടിന് ഒരർത്ഥത്തിൽ പരദേവതാ സ്ഥാനമാണ് ഈ അമ്പലത്തിന്. അതുകൊണ്ട് പ്രശ്നം വെക്കുകയാണെങ്കിൽ അഷ്ടമംഗല്യ പ്രശ്നം തന്നെ വേണം. അതിനൊക്കെ വലിയ പണച്ചെലവാവില്ലേ? പരിഭ്രമിക്കണ്ട, ചെലവ് ഞാൻ വഹിച്ചോളാം. പക്ഷേ ഒന്നുണ്ട്, ഞാൻ പറയുന്ന ജ്യോത്സ്യന്മാരെ കൊണ്ടുവരണം. അവര് ചിലത് തുറന്നു പറയും. അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുകയും വേണം. എങ്കിൽ പിന്നെ വേലയ്ക്ക് മുമ്പ് നടത്തണല്ലേ സൗകര്യം? അതാ ശരി. ഇനി താമസിക്കണ്ട. അഷ്ടമംഗല്യ പ്രശ്നം നടത്തിയാൽ ഇപ്പോ ദേവന്മാരായി ഞെളിഞ്ഞു നടക്കുന്ന പലരുടെയും മൂടുപട മൂർന്നു വീഴും. അമ്പലത്തിലേക്ക് പൊക്കോളൂ. ഞാനിതാ വന്നു. ശരി. വരൂ. നമസ്കാരം സർ. നമസ്കാരം. സാവിത്രി ഈ നാട്ടിലെ വലിയ ആളായെന്നൊക്കെ കേട്ടല്ലോ. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകയായിക്കൂടെ? വലിയ ആളൊക്കെ നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്ക്. ഞാനൊരു എളിയ സേവനം ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ജനങ്ങളെ സേവിക്കാൻ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരേണ്ട ആവശ്യമുണ്ടോ സർ? അതും ശരിയാണ്. അച്ഛന് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. സ്ത്രീകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടാത്തതിന് സമൂഹത്തിലെ ഉന്നതന്മാർക്കൊപ്പം രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. അങ്ങേ അതിൽ നിന്നും വിഭിന്നമായി കണ്ടതുകൊണ്ട് വകുപ്പ് മന്ത്രിക്ക് തന്നെ നിവേദനം നൽകാൻ തീരുമാനിച്ചു. എന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണെന്ന് സാവിത്രി ഓർക്കണം. മനുഷ്യന്റെ നന്മയ്ക്ക് എടുക്കേണ്ടതായ തീരുമാനങ്ങൾക്കൊക്കെ കൂട്ടുകക്ഷി സർക്കാർ ഒരു വിലങ്ങുതടിയാവുമെങ്കിൽ പിന്നെന്തിനാ സർ ഇതും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കണേ? സാവിത്രി, നിങ്ങളെപ്പോലുള്ളവർക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്തും പറയാം. ഈ കസേരയിൽ കയറി ഇരുന്നാലേ അതിന്റെ വിഷമങ്ങൾ അറിയൂ. ഘടകകക്ഷികളെ നമുക്ക് വെറുപ്പിക്കാൻ ഒക്കില്ലല്ലോ. ക്ഷമിക്കണം സർ. ഒരു വിപ്ലവ പാർട്ടിയുടെ ആദർശധീരനായ ഉന്നത നേതാവെന്ന നിലയിലാണ് ഞങ്ങൾ അങ്ങയെ കാണാൻ വന്നത്. പക്ഷേ ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ രാജിവെക്കണോ? ആര് പറഞ്ഞു? ഇന്ന് തന്നെയോ? ഞാൻ ഉടനെ പുറപ്പെടുവേ. വേറെ വകുപ്പ് വല്ലതും ഉണ്ടാവോ? ശരി ശരി ശരി. ശരി ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ നില തന്നെ അപകടത്തിലാ. ആദ്യം അതൊക്കെ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ടാണ് സ്ത്രീ വിമോചനമൊക്കെ. സാവിത്രി പോയിക്കോളൂ. സാവിത്രിക്കുട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിനെ പറ്റി ആലോചിച്ചിട്ടാണെങ്കിൽ ഒട്ടും ബേജാറാവല്ല. സന്തോഷിക്കാനാണെങ്കിൽ പെരുത്തുണ്ടേനി. ഞാൻ മൂപ്പത്തിയുടെ ഒരു പ്രസംഗം കേട്ട് എന്താ അതിനെ പറ്റി പറയാ. ഈ വെടിക്കെട്ടിന്റെ അവസാനത്തെ പൊരിച്ചലില്ലേ, അതുപോലെയാ. ഞാനും അറിയുന്നുണ്ട്. എല്ലാവർക്കും അവളെ വലിയ കാര്യാ അല്ലേ? തെറ്റ് ചെയ്യാത്തവർക്ക് എപ്പോഴും പടച്ചോന്റെ കൃപ ഉണ്ടാവും. ഇങ്ങനൊക്കെ ആണെങ്കിലും അവളുടെ ഉള്ളില് പുകയുന്ന കനലുകൾ കുറേയേറെ ഉണ്ട്. അതില്ലാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടാ ഈ ദുനിയാവില്? ശരിയാണ്. അവൾ ഏതായാലും സന്തോഷവതിയാണ്. അത് മാത്രം നിങ്ങൾ ഓർത്താ മതി. നിങ്ങളാ ചെല്ലണ്ടെടുക്കി. ആളുകൾ പലതും പറയും അപ്പു, അതൊന്നും കാര്യമാക്കണ്ട.
വേണ്ടത് വേണ്ട സമയത്ത് ഞാൻ ഉപദേശിക്കും, അതനുസരിച്ചാ മതി. ഏത് എന്റെ മരുമകനുണ്ടല്ലോ ഒരുത്തൻ, കുറുവടി, കുരുത്തൻ കെട്ടവനാ. അവനെ അകലെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കാൻ പോവാ. അപ്പുവാണ് ഇനി എന്റെ ഒരു ബലം. പല കാര്യങ്ങളും ഇനി ഞാൻ അപ്പുവിനെ ഏൽപ്പിക്കും. അവിടെ അപ്പു മിടുക്ക് തെളിയിക്കണം. ആ പൊക്കോളൂ. ആ അപ്പു, പോകുന്ന വഴി PWD ഓഫീസിലെ ആ സ്വാമി ഉണ്ടല്ലോ, സുബ്ബയ്യൻ, അയാൾ എന്നെ അർജന്റായിട്ട് ഒന്ന് കാണാൻ പറയണം. ശരി. ആ ഇതുവരെ നാട്ടിലുണ്ടായിരുന്നില്ല എന്ന് നിരീക്കായിരുന്നു. നാട്ടിൽ വന്നാലും വല്ലപ്പോഴും മറ്റുള്ളവരെ ഒന്ന് കാണാനും സംസാരിക്കാനും ദേവേട്ടന് സമയമില്ല എന്ന് വെച്ചാ കഷ്ടമാണ്. മുമ്പ് പലപ്പോഴും സാവിത്രി എന്നോട് ചോദിക്കുകയും ഞാൻ മറുപടി പറയുകയും ചെയ്തിട്ടുള്ളതാ. കത്തുന്ന ഒരു മനസ്സുമായിട്ടാണ് തിരിച്ചു വന്നത്. ദേവേട്ടനെ കുറിച്ച് അച്ഛൻ ഇന്നും അന്വേഷിച്ചു. ഞാനായിട്ട് ചെന്ന് വിളിക്കില്ല എന്ന് അച്ഛൻ, വിളിച്ചാലും വരില്ല എന്ന് ദേവേട്ടൻ. ഇതിനിടെ കിടന്ന് ബാക്കിയുള്ളവര് നേറുക. സാവിത്രി പോക്കോളൂ. എന്തിനായി പറഞ്ഞു തന്നെ വീണ്ടും പറയണേ? ദേവേട്ടനോടല്ലാതെ ആരോടാ ഞാനീ സങ്കടം പറയാ? അപ്പുവിന്റെ ജോലിക്കാരി അറിഞ്ഞില്ലേ? അറിഞ്ഞു. വേണ്ടായിരുന്നു. ഞാൻ ഗുണദോഷിച്ചു നോക്കി. അപ്പൊ വാശി കൂടുകയാണ്. ഒരു ജോലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതിലും ഭേദം. അത് അപ്പൂനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, അവനൊരു ഉപകരണം മാത്രം. അവനെ നമ്മളിൽ നിന്ന് അകറ്റി അമ്മാവനോട് എന്നോടുള്ള പക പോക്കാനാ. അയാൾക്കൊക്കെ രസമല്ലേ? ആ എന്താ മമ്മത്? ഞാൻ ഇല്ലത്ത് പോയിരുന്നു. സാവിത്രിക്കുട്ടി ഒക്കെ പറഞ്ഞു. മനസ്സിലായി. ദേവന്റെ കാര്യല്ലേ? സ്വന്തം മോനെ പോലെ വളർത്തിയവനെ എനിക്കറിയാലോ. എന്തുണ്ടായി? പടിയടച്ച് പിണ്ട കൂട്ടേണ്ടി വന്നു. അവസാനം തിരിച്ചു വന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഇല്ലത്തേക്ക് കയറാണ്ട് നടക്ക. എത്ര കാലം ഇങ്ങനെ പോകുന്നു ഞാൻ നോക്ക. സുഹൃതക്ഷയം അല്ലാണ്ട് എന്താ? ഒരു മോനുള്ളത് ചൊല്ലുള്ളി ഇല്ലാണ്ട് നടക്ക. ഒക്കെ കലങ്ങി തെളി. നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും. ഇല്ലടോ, കണക്കൂട്ടിലൊക്കെ തെറ്റി. എന്റെ മോള് ഒരു സമാധാനവും ഇല്ല ഓൾക്ക്. മമ്മ തോന്നി ചെയ്യ. ദേവനെ കണ്ടെന്ന് ഉപദേശിച്ചു നോക്കുക. നന്നാവണമെങ്കിൽ നന്നാവട്ടെ. നിങ്ങൾ വിചാരിക്കണ മാതിരിയല്ല. ഓ നല്ലോനാ, പറഞ്ഞാ മനസ്സിലാവണോനാ. ബേജാറാവണ്ട, പോയിക്കോളി. സമാധാനായിട്ട് പോയിക്കോളി. ആ വിധത്തിൽ ചിന്തിച്ചു തുടങ്ങാം. ലഗ്നത്തിന്റെ 7-ൽ ചൊവ്വ, 8-ൽ കേതു, 9-ൽ ശനി, 11-ൽ വ്യാഴം, 6-ൽ ചന്ദ്രൻ, മീനം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായ സൂര്യൻ എന്നിങ്ങനെയാണ് രാശിപ്രമാണം. ദേവപ്രശ്നത്തിൽ തുലാലഗ്നം കിട്ടിയ സ്ഥിതിക്ക് സംഗതിയാകെ വഷളായിട്ടാണ് കാണുന്നതല്ലേ? തന്ത്രിയുടെ അനാസ്ഥ, അഴിമതി മുതലായവയാണ് ഇനി ഇവിടെ പ്രതിപാദിക്കേണ്ടത്. അനുഷ്ഠാനങ്ങള്, നിവേദ്യങ്ങള്, പൂജാതി കർമ്മങ്ങൾ തൊട്ട് അടിച്ചുതെളി വരെയുള്ള എല്ലാ കാര്യങ്ങളും യാതൊരു കൃത്യനിഷ്ഠയില്ലാതെയാണ് നടക്കുന്നത്. മേൽശാന്തിയുടെ അഭിപ്രായം കൂടെ കണക്കിലെടുക്കണ്ടേ? അതെങ്ങനെ? എല്ലാം എനിക്കറിയാമെന്ന് ഒരാളങ്ങ് തീരുമാനിച്ചാൽ അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഈ നാട്ടുകാരാണ്. അത് പിന്നെ പറയാനുണ്ട. മേൽശാന്തിയുടെ അഭിപ്രായത്തെ മാനിക്കാതെ തന്ത്രിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം പൂജാതി കർമ്മങ്ങൾ നടത്തി നടവരവിന് വിഘ്നം വരുത്തുകയും സ്വയം ധനവാനാകുകയും ചെയ്യുന്നുവെന്ന് വേണം ചിന്തിക്കാൻ. പൂർണ്ണമായ ശുദ്ധി പരിപാലിക്കുന്നുണ്ടോ? അശുദ്ധി പ്രശ്നം തുടങ്ങിയപ്പോഴേ കണ്ടതാ. ക്ഷേത്രവസ്തുക്കൾ പലതും അന്യാധീനപ്പെട്ടതായി കാണാം. അത് തന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് എന്ന് വേണം കരുതാൻ. കപട ജോലിസ് നടത്തി തുലാലഗ്നം തന്നെയാണ് കിട്ടിയതല്ലേ?
പ്രശ്നം വെച്ചപ്പോ അമ്മാവൻ അഴിമതിയും ധൂർത്തും നടത്തി നാട് മുടിച്ചു എന്ന് കേട്ടപ്പോ മരുമകന് സങ്കടം വന്നു അല്ലേ? ആ പാവൻ ജോത്സ്യനെ അല്ല അടിക്കേണ്ടത്, ആ ആൾക്കിട്ടൊന്ന് കൊടുക്ക. നടയടച്ച ശേഷം തിടപ്പള്ളിക്കകത്ത് വെച്ച് വാരസ്യാര് പെൺകുട്ടികളോട് നമ്പൂരാക്കന്മാർക്ക് ശൃംഗരിക്കാം അല്ലേ? അത് നിന്റെ ദേവപ്രശ്നത്തിൽ കണ്ടോ? ഭണ്ഡാരം എണ്ണിയപ്പോ കിട്ടിയത് ക്ഷേത്ര കമ്മിറ്റിക്കോ അതോ ദേവിക്കോ? അഷ്ടപതിക്കാരന് ഇടയ്ക്കയിൽ ഒളിച്ച് ചാരായം കൊണ്ടുവന്ന് അമ്പലത്തിനകത്ത് വെച്ച് സേവിക്കാം അല്ലേ? ക്ഷേത്രം വക ജംഗമ വസ്തുക്കളിൽ പലതും തെക്കേപ്പാട്ടെ അറയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് നിന്റെ ദേവപ്രശ്നത്തിൽ കാണുന്നുണ്ടോ? എന്റെ കൂടെ വന്നാൽ പലതും ഞാൻ കാണിച്ചു തരാം. ഒരു കാരണവുമില്ലാതെ ഒരാളെ പരസ്യമായി അവഹേളിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. നിങ്ങൾക്ക് എന്നും ഇദ്ദേഹം നല്ലതേ ചെയ്തിട്ടുള്ളൂ, അത് മറക്കരുത്. അതെ, പോകാം. ആരെ എനിക്ക് കാണണ്ട, അവന്റെ അമ്മയുടെ ദേവപ്രശ്നം. അല്ല, തന്ത്രിയെ മാറ്റാൻ മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തന്റെ ഈ വക വേഷം കെട്ടുകളൊന്നും എന്റെ അടുത്ത് വേണ്ട. പൊയ്ക്കോ അവിടുന്ന്. വേഷം കെട്ടുകളുമായി നടക്കുന്നു. അങ്ങാടി പോണ കാര്യം പറഞ്ഞേ. ആ നിന്നോട് ഞാൻ പഴനിക്ക് പോണമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് പോയില്ല. പോയില്ലേ? ഇല്ല, പോണില്ല. കാരണം തല മൊട്ടയടിക്കാറായിട്ടില്ല, അത്ര തന്നെ. എന്നാൽ ഒരുങ്ങിക്കോ, ഇന്ന് രാത്രി കാർത്തിയാണമ്മയുടെ അത്താഴം പഴനിയിലായിരിക്കും. നിങ്ങളൊന്നിട്ട് വന്നേ. ഇപ്പൊ ബോധ്യായില്ലേ, അകത്തായാലും പുറത്തായാലും നിങ്ങക്ക് താങ്ങും താണല്ലോ ഈ ദേവ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അവൻ നല്ലവനാ. ഇന്നലെ തോമ വന്നിരുന്നു. സ്ഥലത്തിന് വിലയായിട്ട് എത്ര ഉറുപ്പിയ തരേണ്ടതെന്ന് ചോദിച്ചു. മമ്മദിനോട് ചോദിച്ചിട്ട് തീരുമാനിക്കാൻ പറഞ്ഞു ഞാൻ. അത് ശരി, അപ്പൊ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അല്ല, എന്താ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? ഇന്നത്തെ കാലത്ത് 4 കെട്ട് 8 കെട്ടൊക്കെ ഒരു ഭാരം തന്നെയാ. മനസ്സുണ്ടായിട്ടല്ല, ആശുപത്രിയും കോളേജും ഒക്കെ വെക്കാനാണ് തോമ പറഞ്ഞപ്പോ കൊടുക്കാന്ന് തോന്നി. കാര്യങ്ങളൊക്കെ ശരി, പക്ഷേ വില അത് നമ്മൾ തീരുമാനിച്ചാൽ ശരിയാവോ? മമ്മദിന്റെ തീരുമാനം എന്തായാലും എനിക്ക് സമ്മതാ. വേഗം വിളക്ക് വെച്ച് പൊയ്ക്കോളൂ. പേടിക്കണ്ട, ആരും ഒന്നും ചെയ്യില്ല. കൃഷ്ണൻകുട്ടി വീഴുണ്ട്. പൊയ്ക്കോളാൻ. എന്ത് പറയാൻ? തെക്കേപ്പാട്ട രാമുണ്ണി നാർക്ക് പട്ടിയെ തലയ്ക്കാനേ കഴിവുള്ളൂ എന്ന് നാട്ടിലൊരു ശ്രുതിയുണ്ട്. ആവശ്യമില്ലാത്ത വർത്താന. എന്നാര് പറഞ്ഞു? ആ തന്ത തിരുമേനി, പിന്നല്ലാതെ ആര് പറയാൻ? അപ്പോഴേ ഞാൻ മനസ്സിൽ കൊടുത്തിട്ടു. അയാളുടെ മരുമോനൊരുത്തല്ലേ ദേവൻ, അവന് ഇനിയും 14 കൊല്ലം അകത്തിനാണ് ഏർപ്പാട്. ഇന്ന് തന്നെ ചെയ്യണം. കൊരങ്ങേ, തന്നെ കൊണ്ട് ഒരു പുല്ലും നടക്കില്ല. പുല്ലോ പുണ്ണാക്കൊന്ന് അനുഭവത്തിനറിയാം. കാർത്തു, നീ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. കാപ്പി കുടിക്കണില്ലേ? ആവാം. പിന്നെ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് 12 ദിവസത്തേക്ക്. ഇന്ന് വൈകിട്ട് തന്നെ ചോറ്റാനിക്കരെ പോയി ഭജനത്തിരിക്കണം. എന്നാ പിന്നെ അവിടെ അടുത്തല്ലേ വൈക്കത്തപ്പൻ, അവിടെ പോയി പറഞ്ഞിരിക്കട്ടെ ഒരു 24 ദിവസം. എന്താ ഒരു സംശയം പോലെ? പോണം. കാടാമ്പുഴന്ന് ഞാൻ ഇന്നലെ വൈകിട്ട് വന്നല്ലേ ഉള്ളൂ. തനിക്കറിയാലോ, പല തറവാട്ടിലും ഞാനൊന്ന് ഗുരുവായൂർ പോകട്ടെ, കൊടുങ്ങല്ലൂർ പോകട്ടെ എന്ന് പറഞ്ഞ് ഭാര്യമാര് ഭർത്താക്കന്മാരുടെ കാല് പിടിച്ചു കരയാണ്. സമ്മതിക്കില്ല. നേരെ മറിച്ച് എന്റെ വീട്ടിൽ എന്റെ ഭാര്യ എന്റെ കാല് പിടിക്കുക. എവിടെയെങ്കിലും പോയി 10 ദിവസം പറഞ്ഞിരിക്കാൻ
എനിക്ക് പോകാൻ പറ്റുമോ? എപ്പോഴാ എനിക്ക് ഇച്ചിരി വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഞാൻ പോവാത്തത്. ഇതൊക്കെ ഒരു ഭാഗ്യല്ലേ? ഇങ്ങനെ കാലിൽ പൂവിട്ട് തൊഴണ്ടേ? ഭാഗ്യമല്ലെന്നല്ലോ ഞാൻ പറയണേ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ 2 ദിവസം വീട്ടിൽ കഴിയാനും ഭർത്താവിനോട് താമസിക്കാനും ഏത് ഭാര്യയ്ക്കും ഒരു മോഹം ഉണ്ടാവില്ലേ? ഏതെങ്കിലും ഭാര്യയ്ക്ക് അങ്ങനെ തോന്നാം. എന്നാൽ എന്റെ കാർത്യായനിക്ക് അങ്ങനെ തോന്നരുത്. നീ ആരാ? സാക്ഷാൽ കാർത്യായനി ദേവി, മഹാമായ, ജഗദീശ്വരി. എനിക്ക് മഹാമായും ദേവി ഒന്നും ആവണ്ട. നല്ലൊരു വീട്ടമ്മയായിട്ട് ഇവിടെ കഴിഞ്ഞാ മതി. അരുത്, മഹാപാപം പറയരുത്. അറിയാലോ, നീയുമായുള്ള പുടമുറി കഴിച്ച ശേഷമാണ് എന്റെ നക്ഷത്രം തെളിഞ്ഞത്. ഇന്നീ കാണുന്ന ഐശ്വര്യങ്ങൾക്കെല്ലാം കാരണം എന്റെ കാർത്യായനി ദേവിയാണ്. ഏത് കോടതിയിലും ഞാനത് ഉറക്കെ വിളിച്ചു പറയും. ഞാൻ എവിടേക്കും പോണില്ല. നീ ഇവിടെ ഉള്ളപ്പോഴൊക്കെ കാരണം എന്താണെന്ന് അറിഞ്ഞൂടാ. എന്റെ മനസ്സിനൊരു... ഇന്ന് വൈകിട്ട് തന്നെ പുറപ്പെടുക. അവിടുത്തെ പാദങ്ങളിൽ എനിക്ക് നമസ്കരിക്കാൻ തോന്നുന്നു. മയക്കുവടിയും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ദേ ഇപ്പ കണ്ടു. വേറൊരു വെടി ഞാൻ വെച്ചിട്ടുണ്ട്. ആർക്കാന്നറിയോ? ആർക്കാ? മറ്റേയാൾക്ക്, സാക്ഷാൽ വലിയ തമ്പുരാന്. ആരെയും കൂസാത്ത മഹാനില്ലേ, അയാൾക്ക്. അയാൾ തെക്കേപ്പാട്ട രാവുണ്ണി നായരെ തളയ്ക്കാൻ ഇപ്പോഴും വളർന്നിട്ടില്ല. വളർന്നിട്ടില്ല, വളരൂല. എന്റെ വെടി പിഴയ്ക്കാറില്ല, നോക്കാം. ഈ വാശിയും വൈരാഗ്യവും ആരുടെ മുമ്പിലും കുമ്പിടാത്ത നെഞ്ഞൂക്കുമൊക്കെ നല്ലതാ. ആ കാര്യത്തില് തെക്കേപ്പാട്ട രാവുണ്ണിയും ഒട്ടും മോശക്കാരനല്ല, അറിയാലോ. ഏറ്റുമുട്ടി എന്നെ ഒരു മുക്കിലിരുത്താമെന്നാണ് മോഹമെങ്കിൽ സന്തോഷം. പക്ഷെ നടപ്പില്ല. ഒരു പൂണൂലിന്റെ കുറവല്ലേ ഉള്ളു എനിക്ക്. വഴിമാറുക, പോട്ടെ. പോയിക്കോളൂ. രാവുണ്ണിയേ, 21 പേരെ കൊമ്പിക്കോർത്ത ഗ്രാങ്ങാട്ട് കേശവനെ കണ്ടിട്ടുണ്ടാവൂലോ. ആനയല്ലേ? ആ കൊലകൊമ്പനെ പേടിച്ചിട്ടില്ല ഞാൻ. എന്നിട്ടിപ്പോ ആനപ്പിണ്ടിയെ പേടിക്കണോ? വേണോ? നല്ല അരിയൊക്കെ കൊണ്ട് മാറ്റി പറയുന്നത് നാട്ടിലുള്ള സർവ്വ കടയിലെ അരി മണ്ണെണ്ണ മഞ്ചാരൊക്കെ ഉണ്ട്. ഇവിടെ മാത്രമൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ പറയാൻ ആരും ഇല്ലാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കണത്. വർഷങ്ങളായി ഈ അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ പെങ്ങളെ നീ കൊന്നു. നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും.
രാജ, ഞാനല്ല ശ്രീദേവിയെ കൊന്നത്. ഞാനല്ല. നീ ഒന്നും പറയണ്ട, പറഞ്ഞൊക്കെ മതി. ഞാനല്ല ശ്രീദേവിയെ കൊന്നത്. ഞാനല്ല. സത്യം നീ അറിയും. ഇന്നല്ലെങ്കിൽ നാളെ. അതേ ഇപ്പൊ പറയുന്നുള്ളൂ. ദേവേട്ടാ, എത്ര കാലം അമ്പലത്തിലെ ഉണക്കച്ചോറും ഇവിടുത്തെ കിടപ്പും? കുറച്ചാലും ഇങ്ങനെയും പോട്ടെ. ഒറ്റയ്ക്ക് ചതുരംഗം കളിച്ച് കളിച്ച് അവനവനോട് തോൽക്കുകയും ജയിക്കുകയും ചെയ്യുന്ന നാരായണപ്പൻ, ചെപ്പും പന്തും മായാജാലവുമായി ഊരു ചുറ്റി വല്ലപ്പോഴും ഇല്ലത്തു വന്ന് കയറുന്ന കുഞ്ഞപ്പൻ, കരയാതിരിക്കാൻ വേണ്ടി മാത്രം ഇടയ്ക്കൊന്ന് ചിരിക്കുന്ന പാവ അച്ഛൻ, നിഷേധയായി വളരുന്ന അപ്പു, മൂടിക്കെട്ടിയ മനസ്സുമായി ഞാനും. ഇപ്പൊ മനസ്സിലായില്ലേ ഇല്ലത്തെല്ലാവർക്കും സുഖാണെന്ന്? മച്ചിനകത്ത് ഭഗവതിക്കെട്ടിൽ മാത്രമാണ് ഇപ്പൊ അല്പം വെളിച്ചം. മറ്റെല്ലായിടത്തും ഇരുട്ടാണ്. രാത്രി മാത്രമല്ല, പകലും. സാവിത്രി, എല്ലാം ഞാൻ അറിഞ്ഞു. എന്നാലും സാവിത്രിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നൂല്ലോ എന്ന് ആലോചിക്കും. അതിരിക്കട്ടെ, ദേവേട്ടനെ അച്ഛൻ ചോദിച്ചു, ഇല്ലത്ത് കയറാണ്ട് എത്ര കാലായി ഉണക്കച്ചോറും ഊട്ടുപുരയായിട്ട് ഇവിടെ കഴിയുക? ദേവേട്ടനെ പറ്റി അച്ഛൻ പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. ആഠ്യബ്രാഹ്മണനായ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മനയെ കയറാൻ പാടില്ല. ധിക്കാരിയും കൊലപാതകയുമായ ദേവദത്തൻ. ഞാൻ പോണു സാവിത്രി. എന്റെ ഈശ്വരന്മാരെ, ഇങ്ങനെയുണ്ടോ ഒരു ടെസ്റ്റ്? ആർക്കും ഉത്തരം എഴുതാൻ പറ്റാത്ത കുറെ ചോദ്യങ്ങള്. ആർക്കും ഉത്തരം എഴുതാൻ പറ്റാത്തൊന്നും പറയണ്ട. ശ്രീദേവി നന്നായിട്ട് എഴുതിയല്ലോ. നന്നായിട്ട് എഴുതണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം. അല്ലാതെ കണ്ട തേർഡ് റേറ്റ് നോവലിലുള്ള സെന്റിമെന്റ്സ് തലയെ കുത്തി കുറച്ച് നടന്നാലേ ഇങ്ങനെ ഇരിക്കും. സാവിത്രി പോകും. നേരെ സന്ധ്യാവാറായി. ദേവേട്ടൻ വരുന്നില്ലേ? നീ നടന്നോ, ഞാൻ ശ്രീദേവിയെ വീട്ടിലാക്കിയിട്ട് വരാം. കൂടെ ചെല്ലാൻ പറഞ്ഞ സാവിത്രിക്ക് ഒരു തുണയാവട്ടെ എന്ന് കരുതിയാ. അതിന് സമയവും സമ്മതവും ഇല്ലെങ്കിൽ വേണ്ട. വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ അത് ഇതൊക്കെ കാട്ടിക്കൂട്ടണോ? കണ്ണി കണ്ടവരൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ടാക്കുക. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതങ്ങനെ തുറന്നു പറയാ. ഞാൻ ആരെയും കെട്ടി എഴുന്നള്ളിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയെ തന്നെ ഞാൻ കൊണ്ടു നടക്കണേ. മാപ്പർഹിക്കാത്ത തെറ്റാണ് അതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ശ്രീദേവി താഴ്ന്ന ജാതിക്കാരി ആയതുകൊണ്ടായിരിക്കും ഇത്ര വാശി. ജാതി ഒന്നും എനിക്ക് പ്രശ്നമില്ല. എങ്കിൽ പിന്നെ സ്വാർത്ഥതയായിരിക്കും. അതെ, എന്റെ മോടെ കാര്യ. സ്വന്തം മകൾക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരച്ഛനും അങ്ങനെയാണ്. എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. വിരോധമില്ല. വേറെ എവിടെ അച്ഛാ പോയി ജീവിച്ചോളൂ. അതിനെന്താ, തന്റെ ഭാഗപ്രകാരം വെച്ചാ തരാം. ഇനി തന്റെ സ്ഥാനം പടിക്ക് പുറത്താ. പോകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര തന്നെ. ദേവേട്ടാ, അച്ഛൻ പറഞ്ഞ കാര്യാക്കണ്ട. ശ്രീദേവിയും കൂട്ടിയിട്ട് ദേവേട്ട ഇവിടെ വന്ന് താമസിക്കണം.
അച്ഛന്റെ ദേഷ്യമൊക്കെ മാറും. വേദാന്തിയും ജ്ഞാനിയും ആണല്ലോ. പക്ഷെ സ്വന്തം കാര്യം വന്നപ്പോ അണ്ടിയോട് അടുക്കം മാറിയാ മാങ്ങയുടെ പുളി എന്ന് പറയുന്നത് വെറുതെ അല്ല. നീ ഈ കൈ കിടന്നല്ലേ വളർന്നത്. നിന്നെ എനിക്ക് അമ്മുവായിട്ടേ കാണാൻ കഴിയൂ. സാവിത്രി, സാവിത്രി, എന്താ കാണാത്ത പോലെ പോണേ? ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ കണ്ടില്ല. ആ അത് വെറുതെ. സത്യത്തില് എന്നെ ഒഴിവാക്കി പോവല്ലായിരുന്നോ? ശ്രീദേവിക്ക് തോന്നിയതാ. ഞാൻ പോട്ടെ, പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. ആ സാവിത്രി, സ്വപ്നങ്ങളെ പറ്റി സാവിത്രി പണ്ട് എഴുതിയ ഒരു കവിതയെക്കുറിച്ച് ദേവേട്ടൻ ഇന്നാൾ ഒരു ദിവസം പറഞ്ഞു. നല്ല കവിതയാണത്രേ. ഒരു പൂ വിടരുന്ന പോലെയാണ് സാവിത്രിയുടെ ഭാവന. ചില ഈരടികൾ എന്നെ ചൊല്ലിക്കേൽപ്പിച്ചു. അതുപോലൊരു വരി എഴുതാൻ എന്നെ കൊണ്ടാവില്ല. ഇപ്പൊ ഒന്നും എഴുതാറില്ലേ? ഇപ്പൊ എഴുതുന്നത് വിടർന്ന പൂവിനെ പറ്റിയല്ല, വീണപ്പൂവിനെ പറ്റിയാണെന്ന് ദേവേട്ടനോട് പറഞ്ഞേക്കോ. സന്തോഷാവോ അത് കേൾക്കുമ്പോ? ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. എല്ലാം നേരെയാവും. മോള് വിഷമിക്കണ്ട. അച്ഛൻ നാളെ വരാം. തിരുമേനി വലിയ പണ്ഡിതനും ആയുർവേദ ചികിത്സകനുമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. മനസാന്നിധ്യമുള്ള ആളായതുകൊണ്ട് ചിലതൊക്കെ തുറന്നു പറഞ്ഞാൽ വിഷമാവില്ല എന്ന് കരുതുന്നു. പറഞ്ഞോളൂ, എന്തായാലും അനുഭവിച്ചല്ലേ പറ്റൂ. സാവിത്രിയുടെ പരിക്കുകൾ ഉണങ്ങിയാലും അരയ്ക്ക് കീഴ്പോട്ട് സ്വാധീനം ഉണ്ടാവില്ല. 5-6 വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ നഷ്ടപ്പെട്ട ചലനാവസ്ഥ തിരിച്ചു കിട്ടിയേക്കാം. We will try our level best. Rest will do by God. വളരെ നന്ദി. എത്രയും പെട്ടെന്ന് അവളുടെ പരുക്കുകൾ ഭേദമാക്കി തരിക. വരട്ടെ. ശരി. സാവിത്രി, ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അമ്മാവൻ നോക്കിക്കോളും. സാവിത്രിക്ക് ഓർമ്മയില്ലേ, ആമഞ്ചേരി നാരായണനെ ഒരു കൊല്ലത്തിനുള്ളിൽ നടത്തിച്ചില്ലേ? ദേവേട്ടൻ ഇടയ്ക്കൊക്കെ വരണം. സംഘടന മീറ്റിംഗ് ഉണ്ടായിരുന്നു. ദേവിയെ ചുമതലപ്പെടുത്തണം. ആദ്യം ഇതൊന്ന് സുഖാവട്ടെ, എന്നിട്ട് ബാക്കി കാര്യം. ഞാൻ ഇറങ്ങട്ടെ, ഇടയ്ക്ക് വരാം. ആ രാജനല്ലേ? വളരെ മുമ്പ് ഞാൻ രാജനെ കണ്ടിട്ടുണ്ട്. ബോംബെയിൽ നിന്ന് 2 ദിവസം മുമ്പ് വന്നു അല്ലേ? പകരം ചോദിക്കാൻ. ഗുഡ്, വെരി ഗുഡ്. ഇന്നലത്തെ പ്രകടനത്തെ കുറിച്ച് അറിഞ്ഞു. ഉഗ്രൻ. നിങ്ങളെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. ആ, നിങ്ങളുടെ ബന്ധുവല്ലേ ആ റാസ്കൽ ദേവദത്തൻ? ഇത്തരം കൊലപാതകികളും തെമ്മാടികളും എന്റെ ബന്ധുത്വം പറഞ്ഞ് നടക്കാൻ ഞാനത്ര നിസാരനല്ല. അവനെ വകവരുത്തണം. നിന്റെ പെങ്ങളെ കൊന്നവനാ അവൻ. നിന്റെ പെങ്ങളെന്ന് വെച്ചാ എന്റെയും കൂടി പെങ്ങളാ. ശ്രീദേവി ഞാൻ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് കരുതിയിരുന്നത്. അവളോടും അവനോടും ഞാൻ ഒരുപാട് ഉപദേശിച്ചിരുന്നു. എന്തോ ആലോചിക്കും തോറും എനിക്ക് പേടി കൂടിക്കൂടി വരിക. ഒരു മനസമാധാനമില്ല. എല്ലാം കൂടി എവിടെ ചെന്ന് എത്തുവോ ആവോ. എന്റെ ശ്രീദേവി, ഇതിലിപ്പോ എന്താ എത്ര പേടിക്കാവുള്ളത്? നിന്നെ എനിക്കും എന്നെ നിനക്കും ഇഷ്ടമാണ്. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. ദേവേട്ടൻ അറിയാലോ എന്റെ ആഗ്രഹം അത് തന്നെയാണെന്ന്. പക്ഷേ വരുമരായികളെ കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ദേ ശ്രീകുട്ടി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മനസ്സിന് ഉറപ്പില്ലെങ്കിൽ നീയും ഞാനും പിന്നീട് ഒരുപാട് വിഷമിക്കേണ്ടി വരും. കുട്ടിക്കളിയല്ല ദേവേട്ട. ആട്ടിത്വവും ആഭിജാത്യവും ഒക്കെ ഉള്ള ഇല്ലത്ത് ജനിച്ചതാ ദേവേട്ടൻ. ബുദ്ധിയും വൈഫും ഉള്ള ദേവേട്ടനെ
ഞാൻ തട്ടിയെടുത്തു എന്നേ നാട്ടുകാർ പറയും. എന്തിന്? സാവിത്രി പോലും. എങ്കിൽ പിന്നെ നമുക്കെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇപ്പോ ഈ നിമിഷം തൃപ്തിയാവട്ടെ. അതാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ആണോ ദേവേട്ടാ? പിന്നല്ലാതെ. എതിർപ്പുകൾ ഉണ്ടാവാം, അപവാദങ്ങൾ ഉണ്ടാവാം, ചിലപ്പോ ഒറ്റപ്പെട്ടു എന്നും വരാം. അതിന്റെയൊക്കെ ലക്ഷണങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങിയിരിക്കുന്നു. എന്ന് വെച്ച് പിന്മാറണോ? അതിപ്പോ എവിടെ നിന്നായാലും എന്റെ അമ്മാവന്റെ ഭാഗത്തു നിന്നായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചെറുപ്പം മുതൽക്കേ ദേവേട്ടന് മനസ്സിൽ പ്രതീക്ഷിച്ച് പൂജിച്ച് കഴിയുന്നവൾ സാവിത്രി അല്ലേ? കൂടപ്പറപ്പുകളില്ലാത്ത എനിക്ക് ഒരു കുഞ്ഞനിയത്തെ പോലെ അവള്. അത് നിനക്കും അറിയാവുന്നല്ലേ. അവൾ എനിക്ക് സാവിത്രി പോലും അല്ല, അമ്മുവാ, എന്റെ അമ്മുക്കുട്ടി. ആ, ദേവം വന്നിട്ട് വളരെ നേരമായോ? ആ, കുറച്ചു നേരമായി. ഞാൻ വരട്ടെ? ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. വളരെ നാളായി വിചാരിക്കുക. എന്തായാലും പറഞ്ഞോളൂ. നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം, പിന്നെ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം, അവൾക്ക് ഇഷ്ടപ്പെട്ട ആള് അവളുടെ കഴുത്ത് താലിയാത്തുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അതുകൊണ്ട് നാളെ അവളെ ദുഃഖിക്കാൻ ഇടവരുന്നത്. മനസ്സിലായി. പക്ഷെ അങ്ങനൊരു അവസ്ഥ വരില്ല. ഞാനതിന് ഇട കൊടുക്കില്ല. ആ ധൈര്യം നല്ലത്. പക്ഷേ നാട്ടുനടപ്പ്, സാഹചര്യം, ഇതൊക്കെ നമ്മൾ മാത്രം വിചാരിച്ചാൽ അത്ര പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റും. പ്രതിബന്ധങ്ങൾ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുക. അഥവാ ഉണ്ടായാൽ രണ്ടും കൽപ്പിച്ച് നേരിടുക. അതാ എന്റെ രീതി. അറിയാം, അത് തന്നെയാണ് എൻ്റെ ഭയവും. മറ്റെന്തും ഞാൻ സഹിക്കാം. പക്ഷേ എൻ്റെ ശ്രീകുട്ടിയുടെ കണ്ണ് നിറയുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ശ്രീകുട്ടി. എന്താ ഏട്ടാ? ഏട്ടന് കാപ്പി? ഇപ്പൊ വേണ്ട. ഏട്ടന് നിന്നോട് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ഇപ്പൊ തന്നെ വൈകിയോന്ന് സംശയം. ഏട്ടൻ നിന്നെ മനസ്സിലാക്കുന്നില്ല എന്നാവും ഇപ്പൊ നിന്റെ വിചാരം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ഏട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? വീണ്ടും വിചാരമില്ലാതെ ഞാൻ ഒരു കാര്യവും ചെയ്യില്ല. നീ തെറ്റ് ചെയ്തു ഞാൻ പറയില്ല. വീണ്ടും വിചാരമില്ലാതെ എന്റെ അനിയത്തി ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ശരിയാണ്. പക്ഷേ ഈ വിവാഹം കഴിഞ്ഞാൽ ദേവദത്തന്റെ സ്ഥാനം ആ ഇല്ലത്തിന് പടിക്ക് പുറത്തായിരിക്കും. അയാളുടെ ഭാര്യയായി ചെല്ലുന്ന നിന്റെ സ്ഥാനം ഒരപ്പരയിലായിരിക്കും. മനസ്സിലായോ? ഞാൻ എന്താ വേണ്ടത് ഏട്ടാ? എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. എല്ലാം മറക്കണമെന്ന് പറയാൻ ഈ ഏട്ടനാവില്ല. എന്നാ ശരി, എല്ലാം നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറയാൻ ഈ ഏട്ടനാവില്ല. കരേട്ട. നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഒരിക്കലും നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എന്റെ പെങ്ങൾക്ക് അവനെ തന്നെ വേണം. അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ഞാനും കരുതി. കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം വീട് വിട്ടിറങ്ങിയതാ ഞാൻ. കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ഓർത്തിട്ട് കാര്യമില്ല. ഇനി രാജൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാ. എന്റെ കൂടെ നിന്നാൽ നിനക്ക് ലക്ഷ്യം നിറവേറ്റാം. വാ വാ, കേറ്. ആ, ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. വാ, ഇരിക്കെ പറയാം. എനിക്ക് ഇയാളൊരു കാര്യം പറയാനുണ്ട്. 5 മിനിറ്റ്സ്. രജിസ്ട്രേഷൻ കഴിഞ്ഞോ? കഴിഞ്ഞു. ഗുഹ പൊളിക്കുന്നതിന് മുമ്പ് ആ ഭൂമി നീ എന്റെ പേർക്ക് തീരെഴുതി തരണം. അതിന്റെ വില തരാം. അത് എപ്പോഴാ വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞോ. നമുക്ക് എപ്പോഴാ നിധി കുഴിച്ചെടുക്കേണ്ടത്? എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങോട്ട് നടന്നാ എനിക്കും കത്രീനിക്കും കൂടി ഒന്ന് വിലസാലോന്ന് വെച്ചിട്ടാ. ടോമേ, നീ ധൃതി പിടിക്കാതിരിക്കെ. എല്ലാം ഞാൻ ഏറ്റു. നിധി പൊളിക്കാനായി ഞാൻ വിട്ടുതരുന്ന ആളുകളുമായി വെളുപ്പിനെ പോകാവൂ. ആൾ സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. നിധി കിട്ടിയെന്ന് ആളുകൾ അറിഞ്ഞാൽ സർക്കാരിലേക്ക് കണ്ടുകിട്ടും. എന്റെ വിശ്വസ്തരായ ആളുകൾ നിന്നെ വന്ന് കാണും. അതുപോലെ പ്രവർത്തിച്ചോളൂ.
എന്നാ ആളെ വിടാൻ അധിക ദിവസം വൈകണ്ടാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ തനിക്കെന്തിനാ ഇത്ര അങ്കലാപ്പ്? ചെല്ലേ. വെള്ളിയാഴ്ച വെളുപ്പിന് ആ പിശുക്കൻ തോമയുമായി മനപ്പറമ്പ് വരെ ഒന്ന് പോണം. കയ്യിൽ 2 പിക്കാസും ഒരു കൈക്കോട്ട് വരുന്നോട്ടെ. എന്തിനാന്ന് മനസ്സിലായല്ലോ അല്ലേ? ആ ഗുഹയുടെ മുകൾ ഭാഗത്തുള്ള പാറക്കല്ലിൽ 3 വെട്ട് വെട്ടണം. 3ാമത്തെ വെട്ടിന് ചോര വരണം. രാത്രി ഇങ്ങോട്ട് വാ, ചോര വരുന്ന വിദ്യ കാണിച്ചു തരാം. ചോര കണ്ടാൽ ഉടനെ ചോര ചോരാന്ന് കൂവി വിളിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് ഓടണം. അവിടെ ഉള്ളവരെ എല്ലാം കൂട്ടി ചോര കാണിക്കണം. പിന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ അറിയണ്ട, ഞാൻ നോക്കിക്കോളാം. ആ ബ്രഹ്മദത്തനെതിരെ ബ്രഹ്മാസ്ത്രം. ഇത് തടുക്കാൻ ബ്രഹ്മദത്തനല്ല, സാക്ഷാൽ ദേവേന്ദ്രന് പോലും സാധിക്കില്ല. വലിയ ഒച്ചയും ബഹളമില്ലാണ്ട് സംഭവം നടത്തണം കേട്ടോ. വെട്ടിക്കോ. നിക്ക് നിക്ക്. ഇനി ധൈര്യമായിട്ടാണ് വെട്ടിക്കോ. പതുക്കെ പതുക്കെ. അതിന്റെ അടിയിൽ എന്താണെന്നറിയോ? ചോര. ഇത് ചോരയാണല്ലോ. എന്റെ ഈശോയെ. അമ്മേ ഭഗവതി. ദൈവമേ. വട. അപ്പൊ ചോര കണ്ടുവല്ലേ? ചോരെന്ന് പറഞ്ഞ ശരിക്കും ബൗദ്ധ ചോര തന്നെയാ. പണിക്കാരെ പറഞ്ഞു വിട്ടില്ലേ? അവരെ അപ്പോഴേ പറഞ്ഞു വിട്ടുന്ന തോമ പറഞ്ഞു. ഇനി നമ്മൾ 2ാമത്തെ ചീട്ടിറക്കാൻ പോവാ. യാതൊരു ചീട്ട്? ആദ്യം തോമ, പിന്നെ ഹാജി, ഇനി തുറുപ്പ് ഞാൻ ഇറക്കും. അപ്പൊ ഈ കളി ജാക്കി കൂടാനൊന്നും ഇല്ലേ? കാണണോ നിനക്ക്? ഇപ്പൊ വേണ്ട, ഓരോന്ന് കണ്ടോണ്ടിരിക്കല്ലേ. സാവധാനം മതി. അപ്പൊ ഞാൻ പോവാ. നിന്നെ ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയോ? ഇല്ല, ഞാൻ പറയാം. ദിവ്യനായ അബ്ദുള്ള മുക്രിയെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ഞമ്മളെ കവറ് കണ്ടിരിക്കണം. എന്നാ കേട്ടോ. ആ പരമപുരുഷന്റെ തിരുമുടി തോമ വാങ്ങിയ പറമ്പില, ആ ഗുഹയ്ക്കുള്ളിലാണെന്ന് മാത്രം. നീ കണ്ട കബർ അവിടെയല്ല, ഈ മനപ്പറമ്പില അദ്ദേഹത്തിന്റെ കബറും തിരുമുടിയും. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. ദാ നോക്ക്, ചരിത്രരേഖകൾ പറയുന്നു. ബ്രഹ്മദത്തിന്റെയും എന്റെയും അച്ഛൻ ഒന്നാണെന്നറിയാലോ നിനക്ക്? പണ്ഡിതനാണെന്ന് വീമ്പിളക്കുന്ന ബ്രഹ്മദത്തൻ തിരുമേനിക്കല്ല, എനിക്കാ അച്ഛന്റെ താളിയോല ഗ്രന്ഥങ്ങൾ അധികവും കിട്ടിയത്. ഇതിൽ ഇക്കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. എന്താ, വായിച്ചു കേൾക്കണമെന്നുണ്ടോ? അവിടെ നിന്ന് പറയുന്നത് എനിക്ക് വിശ്വാസ. പക്ഷേങ്കില് അവിടെ ഇപ്പോ നിങ്ങളാൾക്കാർ അമ്പലം പണിയാൻ പോണെന്ന് കേൾക്കണല്ലോ. അതൊക്കെ ആ ബ്രഹ്മദത്തിന്റെ പണിയല്ലേ. ഒരു ഹിന്ദുവായ ഞാൻ നിന്നെ വിളിച്ച് ഈ സത്യം പറയുമ്പോ നിങ്ങളോട് എനിക്കുള്ള ആത്മാർത്ഥത ഏറെ ഉണ്ടെന്നൊന്ന് ആലോചിച്ചാ പോരെ? സമയം കളയാതെ വേഗം പോയി മുല്ലാക്കയെ അറിയിക്കാൻ നോക്ക്. ബ്രഹ്മദത്തിനെതിരെ മുസ്ലിങ്ങളെ എതിരാക്കുക എന്ന് വെച്ചാ വലിയ പാടാന്നാ ഞാൻ കരുതിയേ. പക്ഷെ അത് വേഗം അങ്ങ് സാധിച്ചു. അങ്ങനെ എന്റെ 2ാമത്തെ അസ്ത്രവും ഫലിച്ചു. അത്രയും വേണ്ടായിരുന്നു. വ്യക്തിവൈരാഗ്യം തീർക്കല് മതങ്ങളെ വെച്ച് കളിച്ചുകൊണ്ടല്ല. എല്ലാവർക്കും ബ്രഹ്മദത്തൻ നല്ലവനാ, ഞാൻ കൊള്ളരുതാത്തവനും. അവസാനം എന്തെങ്കിലും സംഭവിച്ചാ എനിക്കൊരു മനസ്സമാധാനം ഇല്ല. 16 എനിക്ക് സ്വന്തം ഭാഗവത്രത്തിൽ എനിക്ക് സ്വന്തമായി കിട്ടി. എന്നാലും എന്റെ മെന്നെ, ഈ കൊലച്ചതി എന്നോട് വേണ്ടായിരുന്നു. കഞ്ഞിയുടെ വെള്ളം മാത്രം കുടിച്ചുണ്ടാക്കിയ കാശെടുത്ത ആ ഭൂമി വാങ്ങിച്ചെന്നറിയാലോ. എന്റെ ഭൂമിയിൽ പള്ളി അമ്പലമൊക്കെ പണിയുന്ന കാര്യം തീരുമാനിക്കുന്നത് നാട്ടുകാരാ. ഇത് ഇത്തിരി കടുപ്പായി പോയി. മെന്നെ എന്ത് തോന്നിയാലും എനിക്ക് വിരോധമല്ല. അവിടെ ആരും അമ്പലവും പള്ളിയും പണിയില്ല. നാട്ടുകാരല്ല, നീയാ തീരുമാനിക്കേണ്ടത്. മനസ്സിലായില്ല? ഇങ്ങോട്ട് അടുത്തു വാ, അതിനുള്ള വിദ്യ പറഞ്ഞു തരാം. തർക്കഭൂമി പള്ളിക്ക് കിട്ടുകയാണെങ്കിൽ പള്ളിക്കാരുടെ നിന്ന് വാങ്ങിക്കുന്ന കാര്യം നീ ഏറ്റോ. പള്ളിക്ക് കിട്ടോ? എന്നാ ഞാൻ അത് വാങ്ങിക്കോളാം. എന്നാ തോമാസ് ലീഹ ഭാരതത്തിൽ വന്നപ്പോ ആദ്യമായി സ്ഥാപിച്ച കുരിശ് അതിനുള്ളില. തോമാസ് ലീഹ അങ്ങനെ ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ടോ? ഇതിപ്പോ
എങ്ങനെ കിട്ടിയെന്നായിരിക്കും നിന്റെ വിചാരം. എന്നാ കേട്ടോ, ഇന്ന് വെളുപ്പിന് ഞാൻ എന്റെ അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ പറയാ, രാവുണ്ണി, നിനക്ക് ഞാൻ തന്ന താളിയോല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, തോമാസ് ലീഹ കുരിശ് സ്ഥാപിച്ച കാര്യം. എഴുന്നേറ്റ് ഗ്രന്ഥക്കെട്ടുകൾ മുഴുവൻ വായിച്ചപ്പോഴാ മനസ്സിലായത് അച്ഛൻ പറയുന്നത് ശരിയാണെന്നേ. വേണമെങ്കിൽ ഈ ഗ്രന്ഥക്കെട്ടുകൾ നോക്കിക്കോളൂ. ഏയ്, മേനോൻ പറഞ്ഞ എനിക്ക് വിശ്വാസല്ലേ. എന്നാ ഇന്ന് തന്നെ പള്ളിയിൽ പോയി അച്ഛനെ കണ്ടിട്ട് തന്നെ കാര്യം. പെരക്കെട്ട് തുടങ്ങി ഇക്കണക്കിന് കലാശക്കൊട്ട് ഗംഭീരമാവും. എന്തായാലും മുക്രിയുടെ തിരുമുടിയും കവറും ഇവിടെ തന്നെയാണെന്നുള്ള തർക്കമില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ പള്ളി പണിയണമെന്ന് നമ്മുടെ ആൾക്കാർ പറയുന്നതിൽ എന്താ തെറ്റ്? ഇപ്പോഴാണ് നമ്മുടെ ഹാജിയാർക്ക് മനസ്സിലായത് തിരുമേനി നമ്മളെ ചതിക്കുകയായിരുന്നു. രാവുണ്ണിയാര് ഹിന്ദുവായിട്ട് എനിക്കേണ്ട ആളല്ല കേട്ടോ, മൂപ്പര് ഞമ്മടെ ആളാ. രാവുണ്ണിയാരെ കുറിച്ച് ഈ നമ്മുടെ അടുത്ത് പറയണ്ട. അയാൾ ആൺകുട്ടിയാടോ. ബ്രഹ്മദത്തിന്റെ കളി ആളുടെ അടുത്ത് നടക്കൂല. നമുക്ക് അവിടെ ഒരു പള്ളി വേണം. അത് ആരെ എതിർത്താലും വേണ്ടില്ല, നമുക്ക് സാധിച്ചെടുത്തേ പറ്റൂ. നിങ്ങൾ പോയി തക്ബീർ വിളിക്ക് ചെല്ലേ. बोलो तकबीर अल्लाहु अकबर, बोलो तकबीर अल्लाहु अकबर, बोलो तकबीर अल्लाहु अकबर. ക്കാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത്. ഞാൻ കുറച്ച് ഭൂമി വാങ്ങിയ കാര്യവും അവിടെ നടക്കുന്ന കോലാഹലങ്ങളും അച്ഛനറിയാലോ. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ് അവർക്ക് മാപ്പ് കൊടുക്കട്ടെ. നമ്മുടെ ആളുകളോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഭൂമി എന്റെ കസ്റ്റഡിയിലായി കിട്ടാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു അല്ലേ അച്ചോ? അതെല്ലാം തീരുമാനിക്കേണ്ടത് സർക്കാരല്ലേ തോമേ. എല്ലാം അവര് നോക്കിക്കൊള്ളൂ. ഇനി വേറെ പലതും കേൾക്കും. അതാ ഞാൻ പറയണത്, എന്ത് കണ്ടാലും കേട്ടാലും സംയമനം പാലിക്കണമെന്ന്. നമ്മുടെ തോമാസ്ലിക സ്ഥാപിച്ച കുരിശുണ്ടല്ലോ, അതതിന്റെ ഉള്ളിലാണച്ചോ. കുരിശുള്ള സ്ഥിതിക്ക് പള്ളിക്ക് വിട്ടുതരാൻ സർക്കാർ ഉത്തരവിട്ട ആ ഭൂമി എനിക്ക് കിട്ടില്ലോ എന്ന് വിചാരിച്ചാ ഞാൻ അച്ഛന്റെ പിന്നാലെ ഈ കിടന്ന് നടക്കണത്. യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കർത്താവിന് നിരക്കാത്ത ഒന്നും ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത് തോമേ. തോമ ഇപ്പൊ പൊയ്ക്കോളൂ. അച്ഛൻ ഈ പള്ളിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ഈ നാട്ടില് മീശോടെ 4 സത്യക്രിസ്ത്യാനികളെ വേറെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എല്ലാ മതങ്ങൾക്കും അവകാശപ്പെട്ട തർക്കമില്ലാത്ത ഒരു സ്ഥലമാവണോ അത്? ഞാൻ പറയുകയാണെങ്കിൽ സർക്കാർ ഈ ഭൂമി കണ്ടുകെട്ടണം. മുഖം നോക്കാതെ കർശന നടപടി വേണം. ആ പ്രശ്നം വളരെ സെൻസിറ്റീവാണ്. ആരുടെ ഭാഗത്ത് നിന്നായാലും ഒരു ചെറിയ പാളിച്ച മതി, എല്ലാ ആളിക്കത്തും. സത്യം പറഞ്ഞ പട്ടിണി കിടന്ന് കുറച്ച് കാശുണ്ടാക്കി ഞാനൊരു ഭൂമി മേടിച്ചു. അതിലിപ്പോ ചിലർക്ക് അമ്പലം പണിയണം, മറ്റു ചിലർക്ക് പള്ളി പണിയണം എന്നൊക്കെ പറഞ്ഞാ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും കൂടി ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു തരണം. കർശനമായി നടപടി എടുക്കണമെന്ന് എല്ലാവരും പറയും. നടപടി എടുത്താ പിന്നെ അതായി പ്രശ്നം എന്ന് കരുതി നടപടി നീണ്ടു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അത് അപകടമാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം മതമൈത്രിയിലൂടെയുള്ള സാമുദായിക സൗഹാർദ്ദമാണ്. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഞാൻ പല പ്രാവശ്യം മിനിസ്റ്റർക്ക് ട്രങ്കാളി ചെയ്തിരുന്നു. അത് കിട്ടിക്കാണെന്ന് തോന്നുന്നില്ല. പക്ഷേ തോമയുടെ ഭൂമി അയാൾക്ക് തന്നെ കൊടുക്കാൻ മന്ത്രി ഉത്തരവിടണം. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ ആവുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാവും. സോറി സർ, മന്ത്രിസഭയുടെ ഘടനയും യഥാർത്ഥ പ്രശ്നമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. എനിക്ക് തോന്നുന്ന എളിയ അഭിപ്രായം ഒന്ന് പറഞ്ഞോട്ടെ സാർ. ഓഫ് കോഴ്സ് പറയൂ. മിസ്റ്റർ രാവുണ്ണി നായർ പറഞ്ഞതുപോലെ സർക്കാർ ഭൂമി കണ്ടുകെട്ടണം. നിങ്ങൾ ഈ പറയണ പോലെ നിയമം കൊണ്ട് പോലും സാമുദായിക മൈത്രി ഊട്ടിയുറപ്പിക്കാൻ പറ്റില്ല. ഏറ്റവും ആദ്യം മാറ്റം വരേണ്ടത് മനസ്സിനാണ്. ജാതി മതവർഗം ഏതായാലും മനസ്സ് നന്നാകാതെ മനുഷ്യൻ നന്നാകാൻ പോണില്ല. ഗുഡ്. അതിനിപ്പോ എന്താ സർ ചെയ്യേണ്ടത്? അതിന് ജാതി മതഭേദം മറന്ന ഒരു ക്യാമ്പയിൻ, ഒരു മൂവ്മെന്റ്, ഒരു പ്രസ്ഥാനം തന്നെ വേണം. വേദാന്തം പറയുന്നത് സ്വാർത്ഥലാഭത്തിന് വേണ്ടി ആവരുത്. ഒന്നുകിൽ ഭൂമി കണ്ടുകെട്ടണം, അല്ലെങ്കിൽ ഭൂമി യഥാർത്ഥ അവകാശിക്ക് കൊടുക്കണം. വർഗീയ വിഷം കുത്തിവെക്കാൻ നടക്കുന്ന പണ്ഡിത ശിരോമണികളുണ്ടല്ലോ, അവരാണ് ആദ്യം നന്നാവേണ്ടത്. രാഷ്ട്രീയക്കാരും മതമേധാവികളും ഉദ്യോഗസ്ഥരും കൂടി ഒത്തുകളിച്ച് ജനങ്ങളെ വഞ്ചിക്കാതെ എത്രയും വേഗം ആ ഗുഹ പൊളിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം എന്നേ എനിക്ക് പറയാനുള്ളൂ. എങ്കിലത് പരസ്യമായി പൊളിച്ചാൽ പോരെ, പ്രശ്നം തീരുമല്ലോ. പൊളിക്കുന്ന പ്രശ്നം ബഹുമാനപ്പെട്ട മന്ത്രി പറയരുത്. കാരണം പല്ലവന്റെയും ഭൂമിയിൽ സർക്കാരിന് തോന്നിയത് ചെയ്യാമെന്ന് വന്നാൽ അത് ബുദ്ധിമുട്ടാവും. പാടോ.
പ്രിയമുള്ള സോഫിയ, നിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ തീർത്ത സോപാന കുടീരം W.H. വില്യംസ്. പ്രൊസീഡ്. കെട്ടുതാലിയും ആധാരവും പണയപ്പെടുത്തി വളരെ ബുദ്ധിമുട്ടി IAS IPS എടുത്ത പാവം ഉദ്യോഗസ്ഥന്മാർ. നിങ്ങളൊക്കെ മതഭ്രാന്തന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും കളിപ്പാവളാന്ന് കഷ്ടമാണ്. കാള പറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേമം കെങ്കേമം ബ്രഹ്മദത്തന്റെ കഥ കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് അയാളുടെ നാശമാ. തളർവാദമല്ലേ, അതും വലതുകാലില്. എവിടെ എണ്ണിക്കാൻ? ഇടതാണെന്നാ കേട്ടത്. ഇടതായാലും വലതായാലും ബ്രഹ്മദത്തന് ഇനി പൊങ്ങില്ല. കഴിഞ്ഞു കത്തിക്കല്. നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കിയത് ഞാനാണെന്നല്ലേ ദേവന്റെ കണ്ടുപിടുത്തം. ഇപ്പൊ മനസ്സിലായില്ലേ? ദൈവം അപ്പ കൊടുത്തു ശിക്ഷ. കണ്ടോളൂ, ഇനി അടുത്തത് അവനാ. വ്രതം മുടങ്ങിയില്ലേ, എന്താ ചെയ്യാ? ഇനി ആ ദേവം കാട്ടിക്കൂട്ടുള്ളതൊക്കെ കാണണ്ടേ? വ്രതമിരിക്കാൻ ദേവനെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. നിയമപരമായി ദേവന് അതിന് അവകാശി. അതിനെ എതിർത്തിട്ട് കാര്യമില്ല. നമ്മൾ വാശി പിടിച്ചാൽ ദേശക്കാര് നമുക്കെതിരാവും. അമ്മാവൻ തളർവാദം പിടിച്ചു കിടക്കുമ്പോ മരുമകന് തെക്കേപ്പാട്ടെന്താ കാര്യം? സംബന്ധാലോചനയ്ക്ക് ഇവിടെ ആരുമില്ലല്ലോ. ഉണ്ടോ? ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? എടാ ചെറ്റേ, തൃപ്തിയായില്ലേ നിനക്ക്? ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് കൊലയ്ക്ക് കൊടുത്തപ്പോ മതിയായില്ലേ? നിന്റെ ഈ കൊടിച്ചിപ്പട്ടികള് ഒരിക്കൽ എന്റെ കൈയുടെ ചൂടറിഞ്ഞതാ. നിന്നെയും നിന്റെ വാലാട്ടികളെയും അവസാനമായിട്ട് താക്കീത് ചെയ്യാനാ ഞാൻ ഇപ്പൊ വന്നത്. ഒന്ന് ചിലക്കാതെ ചെല്ല്. അമ്മാവന്റെ കൈയും കാലും തളർന്നു. അവളുടെ 2 കാലും പോയി. മോൻ പോ. ഇനി ഇവിടെ നിന്ന് വിലസിയാൽ നിന്റെ ഒരു കാലും കൈയും ഇവിടെ ഞാൻ എടുത്തു വെക്കും. ദേവാ, ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച് ഇവിടെ നിന്ന് വക്കാണം പിടിക്കുക. അമ്മാവന്റെ സ്ഥിതി ഒരു കണക്ക്. വിളിച്ചോണ്ട് പോഹാചാരെ, അല്ലെങ്കിൽ എനിക്ക് എന്റെ വിശ്വരൂപം കാണിക്കേണ്ടി വരും. ഞാനിപ്പൊ പോണു. അധികം താമസിയാതെ വീണ്ടും വരും. ബ്രഹ്മദത്തൻ തിരുമേനി എനിക്ക് എല്ലാമാണ്. ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നിനക്കെന്നല്ല ഒരു ശക്തിക്കും പറ്റില്ല. പട്ടി ദേ, ഞാൻ വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞ് അപ്പൂനെ വഴിതെറ്റിക്കൊന്നും കരുതരുത്. മൂപ്പരുടെ സ്വഭാവം മുഴുവൻ അപ്പൂന് അറിയില്ല. അപ്പൂനെ വീട്ടുകാരിൽ നിന്ന് അകറ്റി നിർത്തിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഞാനതൊന്നും അന്വേഷിച്ചിട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട. അങ്ങനെയായാ പറ്റില്ലല്ലോ. അപ്പൂനിപ്പോ ചെറുപ്പമാണ്. ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ള അപ്പോഴേക്കും. അതെ, ഞാൻ ചെറിയ കുട്ടിയൊന്നല്ലോ. മുറുക്കി തുപ്പുന്നത് പോലെ അദ്ദേഹത്തിന്റെ ജീവിതം. ഒരു രസം, നേരം പോക്ക്. ഞാൻ പോട്ടെ. അപ്പു എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ അത് ബോധ്യാവും. അപ്പുവിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണെന്ന് വെച്ചോളൂ. സ്നേഹം മാത്രം പോരല്ലോ, അർത്ഥവും വേണ്ടേ? നിക്കടിയോടെ. എന്തിനാ നീ പോണേ? കൂടെ താമസിച്ചോ? ഞാനാ പോണ്ടവിടെ. നിന്നെ ഇപ്പൊ എന്തിനാ ഇവിടോട്ട് കെട്ടിയെടുത്തേ? വെറുതെ നിന്ന് കിണുങ്ങണ്ട. ബഹളം വെച്ചാലുണ്ടല്ലോ, അരിഞ്ഞു കളയും ഞാൻ. ഗുരുവായൂരപ്പ, ഇത്രയും കാലം ജപിച്ച് ഭജിച്ച് കഴിഞ്ഞതിന്റെ പ്രതിഫലമാണ്
എനിക്ക് തന്നതല്ലേ, സന്തോഷായി. വീട് വിൽപ്പനയ്ക്ക്. ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ എനിക്ക് എന്നോട് പറഞ്ഞാ പോരെ. വീട് മാത്രമല്ല, എല്ലാം ഞാൻ വാങ്ങിച്ചോളാം. യുദ്ധത്തിൽ രാജാവ് തോറ്റാൽ എല്ലാ സ്വത്തുക്കളും അടിയറ വയ്ക്കും. രാമരാവണ യുദ്ധത്തിൽ രാവണൻ മരിച്ചപ്പോ രാവണന്റെ കാലാൾപ്പട, തേര്, സ്വർണം, വെള്ളി അങ്ങനെ ഓരോന്നായി രാമന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു. അവസാനം ഒരാൾ വന്നു. ആരാന്നറിയോ? മണ്ടോദരി. മണ്ടോദരിയെ കണ്ടപ്പോ രാമൻ മുഖം തിരിച്ചു. ഇവിടെ ഞാൻ മുഖം തിരിക്കില്ല. ഒരുപാട് പെണ്ണുങ്ങൾക്ക് ചെല്ലും ചെലവും കൊടുത്തിരിക്കല്ലേ. കൂട്ടത്തിലൊരു ക്രിസ്ത്യാനി പെണ്ണും കിടക്കട്ടെ. നിന്റെ എല്ലാം ഞാൻ എടുക്കാം, വിലയും തരാം, കത്രീനെ അടക്കം. എടാ ചെറ്റേ, എന്റെ ചോര നീരാക്കി കാശാണ് നീ പറ്റിച്ചത്. നിന്റെ അന്ത്യം കണ്ട തോമ അടങ്ങൂ. നിനക്കെന്റെ കത്രീനെ വേണം, അല്ലടാ പട്ടി. മാതാവാണ് സത്യം. നിന്റെ തല പൊട്ടിത്തെറിച്ചു പോടാ. നീ ഞങ്ങളെ ചർച്ചയിൽ കർത്താവ് പൊറുക്കില്ല. നോക്കിക്കോ. മൂർഖൻ പാമ്പിനെയാ നോവിച്ചിരിക്കണേ. തെക്കേപ്പാട്ട് രാവുണ്ണി നായരുടെ തനിനിറം നീ കണ്ടിട്ടില്ല. ഓടനാളി നീ ഞങ്ങളെ ഒലത്തും. അവസാനമായിട്ട് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അറിയില്ല. എടുക്കില്ല, ഞാൻ ഉളിയെടുക്കില്ല. എടുത്താൽ ഇവിടെ പലതും സംഭവിക്കും. ശല്യം പോകാൻ നോക്ക. മനുഷ്യനെ മെനക്കെടുത്താതെ. നീ എന്നെ കൊണ്ട് എടുപ്പിക്കും. നോക്കിയിരിക്കാതെ വണ്ടി എടുക്ക. ഇവന്റെ ഒക്കെ നെഞ്ചത്തൂടെ കേട്ടായിരുന്നില്ല നിനക്ക്. എടുക്ക. ഇവിടുത്തെ മനഃശക്തി തളരരുത്. വ്രതം ഞാൻ ഏറ്റെടുക്കാം. ഇവിടുത്തെ ആഗ്രഹം പോലെ വേല ഗംഭീരമായിട്ട് ഞാൻ നടത്താം. അമ്മാവന് വേണ്ടി ദേവി പ്രീതിക്കായി ഞാൻ പ്രാർത്ഥിക്കാം. വേണ്ടി വന്നാൽ ദേവിയെ ആവാഹിച്ച് ഈ അകത്തളത്തിൽ ഞാൻ പ്രതിഷ്ഠിക്കാം. എന്നെ അനുഗ്രഹിക്കണം. വിപുല ഗുണകദംബേ കുമ്പിടുന്നോരിലൻപാർന്ന അപകട നിരയമ്പേ നീക്കുമോങ്കാരനമ്പേ രിപുനിരയിലമരും ചെന്നു കേറുന്നൊരമ്പേ കൃപയരുളുക എന്നിൽ ശ്രീ ചിറക്കാവിലമ്പേ. എന്റെ മനസ്സ് മുഴുവൻ ആളിക്കത്തുന്ന തീയാണ്. അതണയണമെങ്കിൽ ശ്രീദേവിയുടെ ആത്മാവിന് ശാന്തി കിട്ടണം. ഈ തീ നീ ഒന്ന് അണച്ചു തരും അമ്മേ. സഹവീര്യം
തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. തിരുമേനി, അങ്ങയുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്ക. ആ നീചൻ രാവുണ്യാരെ വിടരുത്. അവൻ നമ്മളെല്ലാവരെയും ചതിച്ചു. എന്താ കാര്യം? ഇത്രയും കാലം അവന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുന്നതിന്റെ ശിക്ഷ എനിക്ക് ദൈവനമ്പുരാൻ തന്നു. നമ്മുടെ ശ്രീദേവി കുഞ്ഞിനെ അവനും അവന്റെ മരുമോനും കൂടിയാ കൊന്നത്. ശ്രീദേവിയെ അവനും അവന്റെ മരുമോനും കൂടിയാ കൊന്നത്. ഞാൻ കണ്ടതാ തിരുമേനി. അന്ന് ശ്രീദേവി കുഞ്ഞ് മരിക്കുന്നെന്ന് വെടിക്കെട്ട് കാണാൻ കത്രീനെ കൂടെ ചെല്ലണമെന്ന് പറയാനായി വീട്ടിൽ വന്നപ്പോ എന്താ ഇന്ന് പതിവില്ലാതെ ഈ വഴിക്ക്? കത്രീനടുത്ത് എവിടെ? ചേച്ചി പള്ളി പോയിരിക്കുക. ഞാൻ ചേട്ടത്തിയെ കണ്ട് ഒരു കാര്യം പറയാൻ വന്നതാ. ആ, ചേട്ടൻ വന്നല്ലോ, പറഞ്ഞോളൂ. എന്താ? കുറച്ചു നാളായി കത്രീനടുത്തെ കണ്ട് ചിലത് പറയണമെന്ന് വെച്ചിട്ട്. എന്തു തന്നെയായാലും പറഞ്ഞു. ചേച്ചി വരുമ്പോ ഞാൻ പറഞ്ഞോളാം. രാവുണ്ണിയായാലും ആളുടെ മരുമോനും കുറെ തെമ്മാടികളും ദിവസേന എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാ. ദേവേട്ടനോട് പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാ. പക്ഷേ ദേവേട്ടൻ എന്തേലും ചെയ്താൽ എനിക്ക് നഷ്ടപ്പെടുന്നത് ദേവേട്ടനായിരിക്കും. ആ രാവുണ്ണിയായിരം എടുത്തത് ഞാൻ പറഞ്ഞാൽ നടക്കും തോന്നണില്ല. പിന്നെ തടിമിടുക്കുള്ള ആമ്പിള്ളേരാവുമ്പോ അല്പം തട്ടിന്ന് മുട്ടി നോക്കിയിരിക്കും. അതൊന്നും അത്ര കാര്യമാക്കി കൊണ്ട് കിടക്കണ്ട. ഇന്നത്തെ കാലത്തൊക്കെ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. വെടിക്കെട്ട് കാണാൻ എന്നെയും കൂടി കൂട്ടണോന്ന് കത്രീനടുത്തിയോട് പറയണം. അത് ഞാൻ പറഞ്ഞേക്കാം. എന്നാ വരട്ടെ. ആകെ പ്രശ്നമാ. എന്തു പറ്റി? ഉത്സവ പിരിവ് തീരെ കമ്മിയാ. ഒക്കെ രാവുണ്ണിയാരുടെ പണിയാണെന്നാ കേക്കണേ. കമ്മിറ്റിക്കാർ ഞാൻ ചെല്ലുന്നതും കാത്തിരിക്കുക. നാസുരക്കാരന് കാശ് കൊടുത്തിട്ടില്ല, വെടിക്കെട്ടുകാരന് കാശ് കൊടുത്തിട്ടില്ല, കഥാപ്രസംഗക്കാരനാണെ ഉടുമ്പ് പിടിക്കണ പോലെ എന്റെ പിന്നാലെ കൂടിയിരിക്കുക. എന്താ ഒരു വഴി? എന്തേലും പാളിച്ച പറ്റിയ സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കണേ? ഇനി രാവുണ്ണിയാര് പിടിച്ചടാ ജയിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നും അമ്പലവും കമ്മിറ്റി എന്ന് പറഞ്ഞ് നടക്കാനേ ദേവേട്ടന് നേരമുള്ളൂ. ഈ വീട്ടിലെ കാര്യം വല്ലതും അറിയണുണ്ടോ? പഴയ പോലെ ഇപ്പോഴും ഒറ്റ തടിയാന്നാ വിചാരം. ദേ, ഒരു 5-6 മാസം കൂടി കഴിഞ്ഞാ പുതിയൊരാളുകൂടി വരണുണ്ട്. ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാ. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്, നീ ആ മാല ഇങ്ങോട്ട് ഊരുത്ത. എവിടെയെങ്കിലും കൊണ്ടിന് പണയം വെച്ചിട്ട് തക്കാലം മുഖം രക്ഷിക്കും. അല്ലെങ്കിൽ തന്നെ വേലയും പൂരമെന്ന് പറഞ്ഞ് കുറെ തൊലച്ചില്ലേ? ആകപ്പാടെ ഉള്ളൊരു മിന്ന ഇത്. ദേവേട്ടന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഒന്നും കിട്ടാനും ഇല്ല. ഓ, ഇത് പിന്നെ നിന്റെ തറവാട്ടിൽ കൊണ്ടുവന്നല്ലേ? ഞാൻ നിന്ന് ഉരുക. നിനക്ക് തരാൻ സൗകര്യം ഉണ്ടെങ്കിൽ കൂടെ താ. തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. വേലയും പൂരം ഒക്കെ എന്റെ വിധിയാ. അട്ടയെ പിടിച്ചും എത്ര കിടത്തി എന്നെ പറഞ്ഞാ മതി. വേല പ്രമാണിച്ചുള്ള കലാപരിപാടികൾ തുടങ്ങാറായി. ഇനിയും ഉത്സവ പിരിവ് തന്നിട്ടില്ലാത്ത ഭക്തജനങ്ങൾ എത്രയും പെട്ടെന്ന് തന്ന് ഈ തട്ടകത്തെ വേല ഗംഭീര വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി. പാവം ദേവേട്ടൻ. മാല നേരിട്ട് കണ്ടു കൊടുക്കാം. ഞാൻ വന്നതല്ലേ ഉള്ളൂ. നമുക്കൊന്നിച്ചിരുന്നു സംസാരിക്കാം, രസിക്കാം. കലാപരിപാടികൾ അമ്പലത്തിൽ നടക്കുമ്പോ ഇവിടെയും ആയിക്കോട്ടെ എന്ന് വെച്ചു. ഒരുപാട് നാളായി നിന്നെ ഞാൻ നോട്ടം വിട്ടിട്ട്. ഊണൂലിട്ടവനെ മാത്രമേ നിനക്ക് വേണ്ടൂ അല്ലേ? എനിക്കെന്താ കുലമഹിമ കുറവ്? എന്നാലേ എനിക്ക് വേണ്ട. പക്ഷെ ഇവന് എന്റെ മരുമകന് വേണം.
നടത്തി വെച്ച് കാണാം. നിന്നിൽ നിന്ന് ആരെങ്കിലും ഇത് അറിയാനിടയായാൽ നിന്റെ കുടുംബം ഞാൻ നശിപ്പിക്കും. ഇവളെ കൊന്നത് ദേവനാ. ആരാ? ദേവനാ. ആ, ആരാ? ദേവൻ. എന്തായി? എന്തെങ്കിലും തിരിമറി ചെയ്ത് 3000 രൂപ കൊണ്ടുവരാതെ നാസർക്കാരൻ കുഴലൂല്ല. രാവണനാണെങ്കിൽ പലരെയും പറഞ്ഞ് മുടക്കിയിരിക്കുക. ആലോചിക്കാൻ സമയമില്ല. ഞങ്ങളെ കൊണ്ട് ഒന്നും കഴിയില്ല. ദേവൻ ശരിയാക്കിയേ പറ്റൂ. എങ്ങനെയെങ്കിലും ഞാൻ മാല വാങ്ങിച്ചോണ്ടരാം. നിങ്ങൾ കാര്യം ചെയ്യും, അത് പണയം വെക്കാനുള്ള ഏർപ്പാടുണ്ടായി. ശരി. ശ്രീദേവി, 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 എന്താ ഇത്? ശ്രീദേവി, ശ്രീദേവി, ഇവിടെ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി താൻ ഇത്രയും വലിയ പാതകം ചെയ്തല്ലോടൂ. അയ്യോ, ഇവൻ ഇതല്ല, ഇതിനപ്പുറം ചെയ്യും. ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം. ഞാനല്ല. ഇവിടെ കൊന്നൊന്ന് ആരെങ്കിലും സ്വയം സമ്മതിക്കോടോ? ഞാനല്ല. ഇവൻ തന്നെ കൊന്നത്. ഞാനല്ല, 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 ഞാനല്ല. ഇതിനു മുമ്പും പലതവണ അവർ ശ്രീദേവിയെ ശല്യം ചെയ്ത കാര്യം എന്നോടും കത്രീനയോടും ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ദേവേട്ട, ദേവേട്ട എന്നോട് ക്ഷമിക്കണം. മാപ്പ് ചോദിക്കാൻ ഞാൻ അർഹനല്ല. വ്രതം മുറിയാൻ ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. അമ്മാവനോടുള്ള കടപ്പാട് നിറവേറ്റണം. ഒപ്പം അമ്മയോടും. അവനെ ഞാൻ നോക്കിക്കോളാം. രാജാ, അരുത്. അവനോട് ഞാൻ ചോദിച്ചോളാം. എങ്കിൽ മാത്രമേ ശ്രീദേവിയുടെ ആത്മാവിന് ശാന്തി കിട്ടൂ. ദേവേട്ടൻ വ്രതം മുടക്കരുത്. അവൻ എനിക്ക് വിട്ടുതരൂ.